നിങ്ങൾ എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളാണല്ലോ, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന കുട്ടികളാണ്. നിങ്ങളുടെ മുമ്പിൽ ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ആശയം, അതെന്താണ്, അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഈ IT മേഖലയിൽ എന്തൊക്കെ അവസരങ്ങളാണുള്ളത്, നിങ്ങൾക്ക് എന്ത് മേഖല സെലക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ ശ്രമിക്കാം. പക്ഷെ അതിനു മുമ്പ് എന്താണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ സയൻസ് പഠനം 3 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്താണ് നേടേണ്ടതെന്നുള്ളത് ഒരു ആമുഖമായിട്ട് ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്താണ്, ഈ ആശയം എന്താണെന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മെഷീൻ ആണല്ലേ. അതിന് സ്വന്തമായിട്ട് ബുദ്ധിയോ ബോധമോ ഒന്നുമില്ല, തിങ്ക് ചെയ്യാനായിട്ട്, ചിന്തിക്കാനുള്ള കഴിവില്ല, സ്വന്തമായിട്ട് ആശയങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവില്ല. ആകെ അതിന് ചെയ്യാൻ പറ്റുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കും. പക്ഷെ അത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. ഇപ്പൊ ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ യന്ത്രമായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു 10 കൊല്ലം ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതിനൊരു മോണിറ്റർ ഉണ്ട്, കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, ഇതൊക്കെയുള്ള ഒരു ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ നമ്മൾ കമ്പ്യൂട്ടറും കൊണ്ട് നടക്കുന്നത്, അതിനൊരു മോണിറ്റർ ഒന്നുമില്ല. അതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ആ സ്ക്രീൻ അതിൽ തന്നെ ഉള്ളത് അല്ലെ. മൊബൈൽ ഫോൺ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്കുമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ അവിടെ പൈസ എടുക്കാനായിട്ട് ഇന്ന് ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല, ATM വഴി എടുക്കാം. അപ്പൊ അതൊരു കമ്പ്യൂട്ടറാണ് അല്ലെ. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിന്റർ, ഒരു ഇതുപോലെ ഇപ്പൊ ഈ കോവിഡിന്റെ സമയത്ത് എവിടെ പോകുമ്പോഴും നിങ്ങളുടെ ടെമ്പറേച്ചർ, നിങ്ങളുടെ ടെമ്പറേച്ചർ കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു തെർമോമീറ്റർ ഉണ്ട്. അതും ഇപ്പൊ ഒരു കമ്പ്യൂട്ടറാണ്. നേരത്തെ മെർക്കുറി ഉപയോഗിച്ചുള്ള മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ചൂട് കൊണ്ട് മെർക്കുറിയുടെ വലിപ്പം വോളിയം കൂടുന്നുള്ള ആ ലെവലിലുള്ള പ്രവർത്തിക്കുന്ന ഒരു ഫിസിക്കൽ ആയിട്ടുള്ള, മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഉപകരണത്തിന് പകരം ഇന്ന് നമ്മളൊരു സ്വിച്ച് ഞെക്കുമ്പോഴേക്കും നമ്മളുടെ അതിൽ നിന്നുള്ളൊരു ഇൻഫ്രാറെഡ് വികിരണം നമ്മളുടെ മേത്ത് തട്ടി നമ്മളുടെ ശരീരത്തിന് എത്ര ചൂടുണ്ടെന്നുള്ളത് മനസ്സിലാക്കി അത് ഒരു നമ്പറായിട്ട് എഴുതി കാണിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് തെർമോമീറ്റർ. അതും ഒരു തരത്തിൽപ്പെട്ട കമ്പ്യൂട്ടർ തന്നെയാണ് എന്ന് പറയാം. എന്ത് മെഷീനും നമുക്ക് അതിനെ ഏതെങ്കിലും രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിനെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ നമുക്കൊരു കമ്പ്യൂട്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം ഈ കമ്പ്യൂട്ടറുകൾ നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാ കമ്പ്യൂട്ടറുകൾ ഉള്ളത് അല്ലെ. അതായത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഓൺലൈൻ ക്ലാസ് തന്നെ, ഇപ്പൊ എനിക്ക് ഇവിടെ എറണാകുളത്തിരുന്നുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗത്തായിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാരായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവരുണ്ടാവുക. ഇവരെല്ലാവരോടും എനിക്ക് സംസാരിക്കാനായിട്ട് ഈ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊരു പ്രശ്നം പരിഹരിക്കുക, ദൂരം എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ പരിഹരിക്കുക. എനിക്ക് അത്രയും തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുക എന്നുള്ള കാര്യം ഇപ്പൊ ഒഴിവായി. നിങ്ങളുടെ അടുത്ത് നേരിട്ട് എന്റെ വീട്ടിലിരുന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ഇവിടെ കിട്ടി. ATM മെഷീന്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോവുക എന്നുള്ള പ്രവൃത്തി നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ ഉള്ളത് അവിടത്തെ ഒരു ATM കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ വിത്ഡ്രോ ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ഇത്തരം മെഷീനുകളെല്ലാം കമ്പ്യൂട്ടറുകളുടെ വിവിധ സാധ്യതകൾ അല്ലെങ്കിൽ വിവിധ ഉപയോഗം വരുന്നതെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാവും. ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് ATM കാര്യം പറഞ്ഞു. ഈ ATM
ഉണ്ടാക്കിയത് കമ്പ്യൂട്ടർ തന്നെയാണോ? അല്ലല്ലോ. കമ്പ്യൂട്ടറിന് ചിന്തിക്കാനുള്ള കാര്യമില്ല. അപ്പോൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ അതിനൊരു പരിഹാരം ഒന്നും ഉണ്ടാക്കില്ല. അത് നമ്മൾ തന്നെ ആ പരിഹാരം നമ്മൾ ഉണ്ടാക്കണം, അല്ലേ? അപ്പൊ ആ പരിഹാരം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ഒരു രീതിയാണ് ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറയുന്ന ആശയം. ഇതൊരു പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു രീതിയാണ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ജനറൽ പർപ്പസ് മെഷീൻ ഉണ്ട്, എന്ത് കാര്യം ചെയ്യിക്കാം. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റും ഉള്ള ലോകത്ത് നടക്കുന്ന എന്ത് പ്രശ്നം വേണമെങ്കിലും നമുക്ക് ഈ ഉപകരണത്തിന്റെ സഹായത്തോടുകൂടി പരിഹരിക്കാൻ പറ്റും. പക്ഷെ ആ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മനുഷ്യനാണ്. ആ പരിഹരിക്കേണ്ടത് കമ്പ്യൂട്ടറിന് വെളിയിൽ വെച്ചുമാണ്. ആ പരിഹാരം ഉണ്ടായതിനു ശേഷമാണ് പിന്നെ കമ്പ്യൂട്ടറിനെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ബാങ്കുകൾ, ജനസംഖ്യ കൂടി, കൂടുതൽ ആളുകൾ ബാങ്കുകളിൽ വന്നു തുടങ്ങി. ഇനി ഈ പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ, പൈസ എടുക്കണം എന്നുണ്ടെങ്കിൽ, ബാങ്കിൽ നിന്ന് പൈസ എടുക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ബാങ്ക് സൗകര്യം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും കൂടി ബാങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവിടെ ചെലവഴിക്കേണ്ട സമയം കൂടുമല്ലേ, വലിയൊരു ക്യൂ ആവും. ആ ക്യൂവില് അവിടെ കൗണ്ടറിൽ ഇരിക്കുന്നത് കുറച്ച് ആൾക്കാരായിരിക്കും. അപ്പൊ പൈസ ഓരോരുത്തർക്കും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സമയം കൂടുതൽ എടുക്കും. അപ്പോ അതിനെന്താ പരിഹാരം? ഒന്നില്ലെങ്കിൽ അവർക്ക് ബാങ്കിന്റെ ശാഖകളുടെ എണ്ണം കൂട്ടാം, കെട്ടിടത്തിന്റെ വലിപ്പം കൂട്ടാം, ജോലിക്കാരുടെ എണ്ണം കൂട്ടാം. പക്ഷെ അത് വരുമ്പോഴത്തേക്കും ആപേക്ഷികമായിട്ട് ചെലവ് കൂടും. അതനുസരിച്ച് അല്ലേ, ആൾക്കാരുടെ എണ്ണം കൂട്ടുമ്പോൾ അതനുസരിച്ച് ചെലവ് കൂടും. കെട്ടിടം കൂടുതൽ നിലയുള്ള കെട്ടിടത്തിലേക്ക് ബാങ്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെലവ് കൂടും. അപ്പൊ എങ്ങനെ ഒരാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് സർവീസ് കൊടുക്കാം, ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓൺലൈൻ ബാങ്കിങ്ങും ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയുള്ള ബാങ്കിങ്ങും ഈ ATM മെഷീൻസ് പോലുള്ള ഉപകരണങ്ങളും എല്ലാം, അല്ലെങ്കിൽ കടകളിൽ സ്വൈപ്പിംഗ് മെഷീൻ, നമ്മൾ ബാങ്കിൽ പോയി പൈസ എടുക്കേണ്ട തന്നെ ആവശ്യമില്ല. നമ്മൾ ATM കാർഡ് കടകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നുള്ള പൈസ കടകളിലേക്ക് തനിയെ അങ്ങോട്ട് ചെല്ലുവാണ്, അല്ലെ? അപ്പൊ ഇത്തരം സൊല്യൂഷൻസ്, ഇത്തരം ഉത്തരങ്ങള് ഒരു ജനറൽ ആയിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്നാണ് വരുന്നത്. ആ പ്രോബ്ലത്തിന്റെ പരിഹാരം, ആ പ്രശ്നത്തിന്റെ പരിഹാരം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ കാണുന്ന മെഷീൻസ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഇതിനെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് വെളിയിൽ നിന്ന് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് വഴി നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് പറ്റും. വൺസ് പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു ATM മെഷീൻ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു സ്വൈപ്പിംഗ് മെഷീൻ എങ്ങനെ ഉണ്ടാക്കാം, സ്വൈപ്പിംഗ് മെഷീന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതിന്റെ നിർദ്ദേശങ്ങൾ എങ്ങനെ എഴുതാം എന്നുള്ളതിനെ പറ്റിയൊക്കെ രണ്ടാമത്തെ കാര്യമായിട്ടാണ് ആലോചിക്കുന്നത്. ആദ്യത്തെ കാര്യം എപ്പോഴും എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ കമ്പ്യൂട്ടേഷൻ തിങ്കിങ് എപ്പോഴും പറയുന്നത് നമ്മളുടെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ ആ പ്രോബ്ലത്തിനെ നോക്കി കാണാം, എങ്ങനെ അതിനെ മനസ്സിലാക്കാം, കൂടുതലായിട്ട് മനസ്സിലാക്കാം, എങ്ങനെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാം, ആ പരിഹാരം കമ്പ്യൂട്ടർ കൂടി മനസ്സിലാവുന്ന രീതിയിലേക്ക് എങ്ങനെ മാറ്റി കൊണ്ടുവരാം, കമ്പ്യൂട്ടറിനെ കൊണ്ട് ഇതിനുള്ള ഒരു ഉത്തരം ഇംപ്ലിമെന്റ് ചെയ്യിക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പൊ അതില് നമ്മള് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിൽ ആദ്യം വരുന്നത് പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രോഗ്രാമിംഗിൽ എത്തുന്നതിന് മുമ്പ് ഒത്തിരി പടികളുണ്ട്. ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പ്രോഗ്രാമിംഗിലേക്ക് എത്തുന്നുള്ളൂ. അപ്പൊ പ്രോഗ്രാമിംഗിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോ പോകുന്നത്. ഇതില് പ്രധാനമായിട്ടും ഒരു 4 കൺസെപ്റ്റ് ആണുള്ളത്. ആ 4 കൺസെപ്റ്റിന്റെ ഒരു പേരുകളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓരോന്നും നമുക്ക് വിശദമായിട്ട് വരാം. ഒന്നാമത്തത് ഡീകമ്പോസിഷൻ, 2 ജനറലൈസേഷൻ, 3 അബ്സ്ട്രാക്ഷൻ, 4 അൽഗോരിതംസ്. ഈ 4 അടിസ്ഥാന തത്വങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് പ്രശ്നവും
കമ്പ്യൂട്ടറിന്റെ രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഉണ്ടാവണം. പിന്നെ ഈ 4 മാർഗങ്ങളാണ് അതിനുള്ള ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഈവൻ കമ്പ്യൂട്ടറിന്റെ ലെവലിലുള്ള പ്രോബ്ലംസ് മാത്രമല്ല, എന്ത് രീതിയിലുള്ള പ്രോബ്ലംസും ഇത്തരം ഈ 4 മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഈ 4 സ്റ്റെപ്സ് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ കമ്പ്യൂട്ടറിന്റെ രീതിയിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗപ്പെടുത്തുന്നത്. ഇതിൽ ഒന്നാമത്തത് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് തന്നെ ആ വാക്കിന്റെ അർത്ഥം എന്താ? ബ്രേക്കിംഗ് ഡൗൺ എന്നുള്ളത് അല്ലേ? ഒരു വലിയൊരു സാധനം മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക എന്നുള്ളത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമുക്ക് ബുക്സ് ഉണ്ട് അല്ലെ? ബുക്കുകളിൽ പേജുകളുണ്ട്. ഒരു 100 പേജുള്ള ബുക്ക് സങ്കല്പിക്കുക. ഈ 100 പേജും ഒന്നിനോടൊന്ന് ചേർത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഒരു നീളത്തിലുള്ള ഒറ്റ ഷീറ്റിലാണ് ഈ 100 പേജിലുള്ള കണ്ടന്റും പ്രിന്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതൊരു റോളാക്കി, ഒരു റോളാക്കി വെച്ചിരിക്കുക. അങ്ങനെ ഒരു സാധനമാണെങ്കിൽ ആ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അല്ലേ? ഇപ്പൊ ഇതിന്റെ ഒരു ഭാഗം നമ്മൾ വായിച്ചു, എപ്പോഴും നമ്മൾ തുടക്കത്തിൽ നിന്ന് വായിച്ചു പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ റോള് മൊത്തം അഴിച്ചാൽ മാത്രമേ അവിടെ എത്താനായിട്ട് പറ്റുള്ളൂ. അതേസമയം ഒരു പുസ്തക രൂപത്തിലാണെങ്കിൽ, അതായത് ഈ നീളത്തിലുള്ള റോള്, അതായത് ഒരു 100 മീറ്റർ നീളമുള്ള ഈ റോളിന് പകരം കടലാസ് ഇങ്ങനെ ചുരുട്ടി 100 മീറ്റർ നീളത്തിലുള്ള കടലാസ് ചുരുട്ടി വെച്ചിരിക്കുന്നതിന് പകരം അതിനെ ഒരു 1000 പേജുകളാക്കി മുറിച്ച് ഒരു പുസ്തകമായിട്ട് ബൈൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിലോ അതിനെ നമുക്ക് കുറച്ചും കൂടി മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടല്ലേ? ഈ പുസ്തകത്തിന്റെ അകത്ത് നമുക്ക് 100ാമത്തെ പേജിലേക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് പോവാം, 1000ാമത്തെ പേജിലേക്ക് പോവാം, അതല്ല 1ാമത്തെ പേജിൽ പോവാം. ഇനി ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് അതിനെ പിന്നെയും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് അല്ലെ? ചാപ്റ്റേഴ്സ് ഉണ്ട്, പാരഗ്രാഫുകളുണ്ട്, വാക്കുകളുണ്ട്, അല്ലെങ്കിൽ സെന്റൻസുകളുണ്ട്, വാക്കുകളുണ്ട്. ഇതെല്ലാമായിട്ട് ഇതിനെ മുറിച്ച് വെച്ചിരിക്കുക. അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ബുക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതിലുള്ള കണ്ടന്റ് വായിച്ച് മനസ്സിലാക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നതിനും നമുക്ക് എളുപ്പമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എന്ത് പ്രശ്നങ്ങളും, അപ്പൊ ഒരു വലിയ പ്രശ്നത്തിന് മാനേജബിൾ ആയിട്ടുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നമുക്ക് ബാങ്കിന്റെ പ്രശ്നം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ കൂടുതൽ വരുന്നു, ആളുകൾ കൂടുതൽ ബാങ്കിങ് സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ബാങ്കിന്റെ ജീവനക്കാരുടെ എണ്ണവും കെട്ടിടത്തിന്റെ വലിപ്പവും കൂടുന്നില്ല. അപ്പോൾ അവിടെ തിരക്ക് വർദ്ധിക്കുന്നു. ഈ തിരക്ക് എങ്ങനെ കുറയ്ക്കാം? ഇതാണ് ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം. ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹരിക്കാം? അപ്പൊ തിരക്ക് കുറയ്ക്കുക. ആൾക്കാര് എന്തിനാണ് ബാങ്കിൽ വരുന്നത്, എന്തൊക്കെ ആവശ്യത്തിനാണ് ബാങ്കിൽ വരുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം നമ്മൾ ഇവിടെ ചോദിക്കേണ്ടത്. ഇനി ആൾക്കാർക്ക് അപ്പൊ അതിനുള്ള ഉത്തരം എന്താ? നമ്മൾ പൈസ എടുക്കാനും പൈസ ഇടാനും ആൾക്കാർ വരുന്നത്. അപ്പൊ ഈ പൈസ ആൾക്കാർ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്, എപ്പോഴൊക്കെയാണ് ആൾക്കാർക്ക് പൈസ ആവശ്യം വരുന്നത്? ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ, ഇതുപോലുള്ള 100 ചോദ്യങ്ങളിലൂടെ നമുക്ക് ഈ ഒരു വലിയ പ്രശ്നത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാനും ഈ ഓരോ കഷ്ണത്തിനെ സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് ഓരോന്നിനും ഉള്ള പരിഹാരം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചിന്തിക്കാനും ഇതിന് മൊത്തത്തിൽ ഒരു പരിഹാരത്തിലേക്ക് എത്താനായിട്ടും നമുക്ക് എളുപ്പത്തിൽ പറ്റും. അപ്പൊ ഈ ഡീകമ്പോസിഷൻ, അല്ലെങ്കിൽ ഒരു വലിയ പ്രോബ്ലത്തിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഓരോ കഷ്ണവും സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അതാണ് ആദ്യത്തെ. രണ്ടാമത്തെ സ്റ്റെപ്പ് ജനറലൈസേഷൻ എന്ന് പറയും. അതായത് നമ്മളുടെ കയ്യിലുള്ള പ്രശ്നത്തിൽ നിന്ന് കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ ബാങ്കിന്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ എടുക്കുക എന്ന് പറയുന്നത് ഒരു ആവശ്യമാണ്. അപ്പൊ ചില ആൾക്കാർക്ക് പൈസ എടുക്കുക അവർക്ക് ക്യാഷ് ആയിട്ട് വേണം, ചില ആൾക്കാർക്ക് പൈസ എടുക്കുക എന്നിട്ട് അത് വേറൊരാളുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതായിരിക്കും ആവശ്യം. അപ്പൊ അതിന് ചിലപ്പോൾ ക്യാഷ് ആയിട്ട് എടുത്ത് ആ ക്യാഷ് വേറൊരാളുടെ അടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരിക്കും. അയാളുടെ മറ്റേ ആൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ഈ പ്രോബ്ലത്തിന് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും.
വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ക്വയറും റെക്ടാംഗിളും തമ്മിലുള്ള ബന്ധം. സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റെക്ടാംഗിൾ തന്നെ രൂപമാണ്. ഒരു റെക്ടാംഗിൾ നമുക്ക് വരയ്ക്കണം. സ്ക്വയർ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾ വരയ്ക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ ആകെയുള്ള വ്യത്യാസം നീളവും വീതിയും സമമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നീളവും വീതി സമമായിട്ടുള്ള ഒരു റെക്ടാംഗിൾ തന്നെയാണ് സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതിനെ രണ്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ഒരു സാധനമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. വരയ്ക്കുക, ഒരു റെക്ടാംഗിൾ വരയ്ക്കുക എന്ന് പറയുന്നത് സ്ക്വയർ വരയ്ക്കുക എന്ന് പറയുന്നതും അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ സാദൃശ്യം നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ അതിനെ ഒരു കാര്യം എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ജനറലൈസേഷൻ അല്ലെങ്കിൽ പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്ന് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും ആ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ട് പറ്റുകയും ചെയ്യുക. സിമിലാരിറ്റീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്നത്. മൂന്നാം കാര്യം അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ പറയുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇതിന് വെളിയിലുള്ള കാര്യം, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ATM കൗണ്ടറിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കമ്പ്യൂട്ടർ എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനം എന്താണെന്നുള്ളതിനെ അറിയേണ്ട യാതൊരു ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിന് സാധാരണ കീബോർഡ് ഉണ്ട്, കീബോർഡിന്റെ അകത്ത് എല്ലാ അക്ഷരങ്ങളും ഉണ്ട് അല്ലെ. പക്ഷെ ഒരു ATM കൗണ്ടറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നമ്പേഴ്സ് ഉള്ള കീപാഡ് മാത്രമേ ഉള്ളൂ. അത്രേ അവിടെ ആവശ്യമുള്ളൂ. കാരണം അവിടെ ഒന്നും അവിടെ ചെല്ലുന്ന ഒരാള് ഒന്നും വേറെ ഒന്നും അയാളുടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ATM കാർഡ് ഇടുന്നു, ഒരു അതിന്റെ സ്ലോട്ടിലേക്ക് ഇടുന്നു, അപ്പൊ നമ്മളെ തിരിച്ചറിയുന്നു, നമ്മളുടെ പേരെന്താണെന്ന് പറയുന്നു, നമ്മളുടെ പിൻ നമ്പർ എൻട്രി ചെയ്യാനായിട്ട് പറയുന്നു. അപ്പൊ ആ പിൻ നമ്പർ എൻട്രി ചെയ്യാനുള്ള നമ്പർ പാഡ്സ് മാത്രമേ അതിന്റെ അകത്ത് ഉള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അവിടെ അബ്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ. സാർ ഒരു സെക്കൻഡ് സാറേ, സ്ലൈഡ് ആദ്യത്തെ സ്ലൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രൊസീഡ് ചെയ്യുന്നുണ്ടോ സാറ്? ഫസ്റ്റ് സ്ലൈഡ് മുന്നോട്ട് മാറുന്നില്ലേ? ഇല്ല ഇപ്പൊ എന്താ മാറി, അബ്സ്ട്രാക്ഷനിൽ വന്നു. ഓക്കെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ആ സ്ലൈഡ് ഒന്ന് ഓടിച്ച് കാണിക്കാം. ഓക്കെ സാർ, ഇനി ഇപ്പം കാണുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പം കാണുന്നുണ്ട്. ഫോക്കസിങ്. ഓക്കെ, അപ്പൊ ഇപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ആദ്യത്തിലേക്ക് തൊട്ട് പോവാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഈ സ്ലൈഡാണ്. നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ ആണെന്നുള്ള രീതിയിൽ അതിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ കമ്പ്യൂട്ടറിന് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്ങിനുള്ള ഒരു മെത്തേഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തിനെ എടുത്ത് അതിന് പരിഹാരം ഉണ്ടാക്കി കമ്പ്യൂട്ടറിൽ അത് പ്രോഗ്രാം ആയിട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അതിൽ 4 ആശയങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. 1 ഡീകമ്പോസിഷൻ, 2 ജനറലൈസേഷൻ, 3 അബ്സ്ട്രാക്ഷൻ, 4 അൽഗരിതംസ്. അതിൽ നമ്മൾ അബ്സ്ട്രാക്ഷൻ വരെ സംസാരിച്ചു. അതിൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പ്രോബ്ലത്തിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സംവിധാനത്തിനാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രോബ്ലത്തിന്റെ അകത്തുള്ള കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുകയും ആ കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ സെപ്പറേറ്റ് ആയിട്ട് പരിഹാരം ഉണ്ടാക്കി അതിന് ഓരോന്നും ഓരോ പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇനി അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസിൽ നമ്മൾ പോകുന്നില്ല, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഉദാഹരണത്തിന് നമുക്കൊരു ചതുരം വരയ്ക്കണം, ഒരു റെക്ടാംഗിൾ വരയ്ക്കണം. ആ റെക്ടാംഗിൾ വരയ്ക്കുന്നതിന് നമുക്ക് നീളം വീതി എന്ന് പറയുന്ന 2 ഇൻപുട്സ് വേണം അല്ലെ, 2 കാര്യങ്ങൾ വേണം. നീളവും വീതിയും ഉണ്ടെങ്കിൽ മാത്രമേ റെക്ടാംഗിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അതിന്റെ ആംഗിൾ എത്രയാന്നുള്ളത്, ഓരോ സൈഡിന്റെ 2 സൈഡുകൾ യോജിക്കുമ്പോൾ ഉള്ള ആംഗിൾ എത്രയാന്നുള്ളത് നിശ്ചിതമാണ്. അത് അറിയാവുന്ന കാര്യം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട്
ആ ആംഗിളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് 90 ഡിഗ്രി എന്നുള്ളത് അറിയാം. അപ്പോൾ നീളം വീതി എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ റെക്ടാംഗിൾ വരയ്ക്കാം. അപ്പോൾ നമുക്കൊരു റെക്ടാംഗിൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് വരയ്ക്കണമെങ്കിൽ റെക്ടാംഗിൾ എന്ന് പറയുന്ന വരയ്ക്കാനുള്ള ഇതിന്റെ അകത്തേക്ക് നീളം കൊടുക്കണം, വീതി കൊടുക്കണം. അതേസമയം നമുക്കൊരു ചതുരം വരയ്ക്കണമെങ്കിലോ സ്ക്വയർ വരയ്ക്കണമെങ്കിലോ അതിന് ഒരു ഇൻപുട്ട് മതി, നീളം മാത്രം മതി. പക്ഷെ സ്ക്വയർ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാംഗിൾ വരയ്ക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ റെക്ടാംഗിൾ വരയ്ക്കാവുന്ന അതേ കാര്യം തന്നെ സ്ക്വയർ വരയ്ക്കാനും ഉപയോഗിക്കാം. പക്ഷെ നീളവും വീതിയും രണ്ടായിട്ട് കൊടുക്കുന്നതിന് പകരം നീളവും വീതിയും ഒന്നാണ്, നീളം ഈക്വൽ ടു വീതി എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ തന്നെ നിശ്ചയിച്ചാൽ മതി. അപ്പൊ ഇത് വഴി നമുക്ക് ആ ഡീറ്റെയിൽ, സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലെവൽ ഡീറ്റെയിൽ കുറഞ്ഞു അല്ലേ, നീളവും വീതിയും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. റെക്ടാംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും നീളവും വീതിയും കൊടുക്കണം. അതേസമയം അതിന്റെ ആംഗിൾ എന്നുള്ളത് 90 ഡിഗ്രി ആണ്, ഈ വശങ്ങൾ തമ്മിലുള്ള ആംഗിൾ എന്നുള്ളത് നമ്മൾ എവിടെയും പറയേണ്ട ആവശ്യമില്ല. അത് അബ്സ്ട്രാക്റ്റഡ്, അത് ഹിഡൻ ആണ്. അതിന്റെ ആ ഡീറ്റെയിലേക്ക് ഒരു റെക്ടാംഗിൾ വരയ്ക്കുന്ന ആള് പോകേണ്ട കാര്യമില്ല. അപ്പൊ ഇതുപോലെ നമുക്ക് അബ്സ്ട്രാക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ അകത്തുള്ള ഏറ്റവും ഫൈനൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ എത്തി അതെല്ലാം അറിഞ്ഞിട്ടേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അതിനാണ് ഈ കൺസെപ്റ്റ്, അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതാണ് അൽഗരിതംസ്. അപ്പൊ ഈ അബ്സ്ട്രാക്ഷൻ വരെ എത്തി, നമ്മൾ ഒരു വലിയ പ്രോബ്ലത്തിനെ പല കഷ്ണങ്ങളാക്കി മുറിച്ചു, ഈ കഷ്ണങ്ങളെ ഓരോന്നിനെയും സെപ്പറേറ്റ് പരിഹാരം ഉണ്ടാക്കി, ഇനി ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ഇതിന്റെ അകത്തുള്ള എലമെന്റ്സിനെ എല്ലാം വെച്ച് ചില അബ്സ്ട്രാക്ട് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കി. ഉദാഹരണത്തിന് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാതെ തന്നെ നമുക്ക് ഈ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ള സംവിധാനം റെഡിയായി. ഇനി ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് വേണമല്ലോ. അപ്പൊ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ അൽഗരിതംസ് എന്ന് പറയുന്നത്. നമ്മൾ അൽഗരിതം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കണം, എനിക്ക് റെക്ടാംഗിൾ വരയ്ക്കണം. റെക്ടാംഗിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അത് എവിടെ, ഏത് കോർഡിനേറ്റിലാണ്, ഏത് എക്സ് ആക്സിസിന്റെ വൈ ആക്സിസിന്റെ ഏത് പോയിന്റിൽ നിന്നാണ് ആ റെക്ടാംഗിളിന്റെ തുടക്കം വേണ്ടത്, അവിടുന്ന് എത്ര സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്, അവിടെ നിന്ന് എത്ര ആംഗിള് ആണ് അടുത്ത ലൈനിലേക്ക് കൊടുക്കേണ്ടത്, എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണം, പിന്നെ എത്ര നീളത്തിൽ വരണം, പിന്നെ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണം, ഇത് എത്ര വശങ്ങളുണ്ട്, ഇതെല്ലാം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്നിനു പുറകെ ഒന്നെന്നുള്ള രീതിയിൽ എഴുതി കൊടുത്താൽ മാത്രമേ കമ്പ്യൂട്ടർ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ ആ കാര്യമാണ് അൽഗരിതം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ അവസാനത്തെ സ്റ്റെപ്പ്. ഈ അൽഗരിതമാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഭാഷയിലേക്ക് വരുമ്പോൾ, പ്രോഗ്രാമിംഗ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അൽഗരിതംസ് ആണ് കമ്പ്യൂട്ടറുകളിലെ പ്രോഗ്രാമുകളായിട്ട് മാറുന്നത്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും ബേസിക് ആയിട്ട് ഉള്ള കാര്യം, ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് അകത്തല്ല, കമ്പ്യൂട്ടറിന് വെളിയിലാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് നമ്മൾ ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെതായ രീതി ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഈ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ പോളിടെക്നിക്കിലുള്ള 3 വർഷം കൊണ്ട് ഈ 4 കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലിയർ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള വിഷയം നിങ്ങൾ പഠിക്കുന്നത് തന്നെ ഈ 4 കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുന്നതിനാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം തനിയെ വരുന്ന കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം അതിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവാണ് നമ്മൾ ഒരു ഡിഗ്രിയോ ഒരു ഡിപ്ലോമയോ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. കാരണം ഈ കമ്പ്യൂട്ടറിന്റെ ലോകത്ത് എല്ലാം മാറിക്കൊണ്ടിരിക്കും, ഓരോ ദിവസവും പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അടിസ്ഥാനം ഒരിക്കലും മാറത്തില്ല. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് 100 കൊല്ലം മുമ്പ് ഇങ്ങനെയായിരുന്നു,
50 കൊല്ലം മുമ്പ് ഇങ്ങനെയാണ്, ഇനി 100 കൊല്ലം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയായിരിക്കും, അതിൽ മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മളത് അതിനുള്ള ഉപകരണങ്ങൾ മാറും. ഇപ്പൊ 10 കൊല്ലം മുമ്പ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വളരെ അപൂർവമായിരുന്നു. ഇപ്പൊ സ്മാർട്ട് ഫോൺ ആണ് എല്ലായിടത്തും ഉള്ളത്. നിങ്ങൾ പലരും ഈ സെഷൻ കാണുന്നത് തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടില്ലായിരിക്കും. ഇങ്ങനെ ഒന്നിനെ കുറിച്ച് ചിലപ്പോൾ അന്ന് ചിന്തിക്കാനായിട്ട് പറ്റത്തില്ലായിരിക്കും. പക്ഷെ ഈ ഇതിലേക്ക് എത്തുന്ന പരിഹാരം, ഇതിലേക്ക് എത്തുന്ന ആ പരിഹാരത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ ഡീകമ്പോസിഷൻ വഴിയും ജനറലൈസേഷൻ വഴിയും അബ്സ്ട്രാക്ഷൻ വഴിയും അൽഗോരിതംസ് എഴുതുന്നതിലൂടെയും തന്നെയാണ്. അത് അന്നും ഇന്നും നാളെയും അത് മാറ്റമില്ലാതെ തന്നെ തുടരും. അപ്പം വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന വിഷയം നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് നാലും ആയിട്ട് എങ്ങനെ അതിനെ കണക്ട് ചെയ്യാം, നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യവും എങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം, ഇപ്പൊ തിയറി പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. എല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമുള്ള കാര്യം. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിയറി എന്ന് പറയുന്നതാണ് അടിസ്ഥാനം, അതിൽ നിന്നാണ് പിന്നെ എല്ലാം വരുന്നത്. അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചേഞ്ചസ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ പാടായിരിക്കും. അതായത് ഇന്ന് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും, നാളെ വേറെ ഒന്നായിരിക്കും, മറ്റന്നാൾ വേറെ ഒന്നായിരിക്കും. അല്ലെങ്കിൽ ഇന്നൊരു ടെക്നോളജി ആയിരിക്കും, ഇന്ന് ആൻഡ്രോയിഡ് ആയിരിക്കും, നാളെ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും വരാൻ പോകുന്നത് മൊബൈലിൽ. അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തിൽ പോകണം. ഇന്ന് ആൻഡ്രോയിഡിന് വേണ്ടി, ശരി ഇന്ന് ആൻഡ്രോയിഡ് ആണുള്ളത്, ഇന്ന് ആൻഡ്രോയിഡിന് വേണ്ടിയുള്ള കാര്യം നമ്മൾ പഠിച്ചേക്കാമെന്ന് വിചാരിച്ച് അതിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള തിയറി നമുക്ക് അറിയത്തില്ല. എങ്ങനെയാണ് ഈ ഇത് വർക്ക് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ പിന്നിലുള്ള ടെക്നോളജി എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നാളെ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുമ്പോഴത്തേക്കും നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്നേന്ന് പഠിക്കേണ്ടി വരും. അതായത് ആൻഡ്രോയിഡിന് വേണ്ടി പഠിച്ച കാര്യം ഇനി നാളെ iOS-ന് വേണ്ടി പഠിക്കണം, നാളെ പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുവാണെങ്കിൽ അതിന് വേണ്ടി സെയിം കാര്യം തന്നെ പഠിക്കണം. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ തിയറി അറിയാമെങ്കിൽ, പ്രോഗ്രാമിംഗിന്റെ ബേസിക് കൺസെപ്റ്റ്സ് അറിയാം, എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിന്റെ സഹായം ഇല്ലാതെ തന്നെ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളത് കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ തിയറി നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ടോപ്പിക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കിലുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഏത് ടെക്നോളജി വന്നാലും, ഏത് പുതിയ കാര്യങ്ങൾ വന്നാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി കിട്ടും. അപ്പോൾ തിയറി മനസ്സിലാക്കുക, അത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കാരണം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെ മാത്രം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. നമുക്ക് ഇപ്പം നീന്തൽ പഠിക്കാന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാതെ നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കാതെ ഇരിക്കുവാണെങ്കിൽ ഇപ്പോ വെള്ളത്തിൽ ഇറങ്ങാതെ നീന്തൽ പഠിക്കാൻ പറ്റില്ല. പക്ഷെ വെള്ളത്തിനെ കുറിച്ചുള്ള ധാരണ നമുക്കില്ലെങ്കിൽ, ഇപ്പൊ ഒരു കുളത്തില് എന്തൊക്കെ ടൈപ്പ് വെള്ളമുണ്ട്, എന്തൊക്കെ രീതിയിലാണ് അതിന്റെ റിസ്ക് ഉള്ളത്, വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാതെ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്തൽ പഠിക്കാൻ പോയാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു അപകടത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പൊ അതുപോലെ തന്നെയാ അതിന്റെ ആ ബേസിക് അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കി ഇട്ട് പ്രാക്ടീസിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അപ്പം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ. പ്രോഗ്രാമിങ്ങിൽ ഏറ്റവും കൂടുതൽ കോഡ് എഴുതുന്ന ആള്, ഏറ്റവും കൂടുതൽ കോഡ് വായിക്കുന്ന ആള് ഏറ്റവും മുന്നോട്ട് നിൽക്കും എന്നുള്ളതാണ് കണ്ടുവരുന്നത്. പൊതുവെ കാണുന്ന രീതി അതാ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് എന്നുള്ള ഒരു വലിയൊരു ശൃംഖല അവൈലബിൾ ആണ്. എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും ഇവിടെ നമുക്ക് ലഭ്യമാണ്. നമുക്ക് മറ്റുള്ള ആൾക്കാർ എഴുതിയ സോഴ്സ് കോഡ് കാണാനുള്ള അവസരമുണ്ട്. ഇപ്പൊ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ആശയം ഇവിടെ ഈ ലോകത്തുള്ളത് കാരണം നമുക്ക്
ഒട്ടുമിക്ക സോഫ്റ്റ്വെയറുകളുടെയും നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സോഫ്റ്റ്വെയറുകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അത് അഴിച്ചു നോക്കി കാണാനായിട്ടുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഉപകരണം, ഒരു ടോർച്ച്. ഈ ടോർച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് അറിയണമെങ്കിൽ ആ ടോർച്ച് തുറന്നു നോക്കിയാൽ മതി. അതിന്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഒരു ബാറ്ററി ഉണ്ട്, ഒരു ബൾബ് ഉണ്ട്, ഒരു ഹോൾഡർ ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് ഉണ്ട്, കുറച്ച് 1-2 വയറുകളും ഉണ്ടാവും ഇത് തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട്, അല്ലെ? അപ്പൊ ഇത് അഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാ എഴുതിയിരിക്കുന്നത്, സോഫ്റ്റ്വെയറിന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതിന്റെ സോഴ്സ് കോഡ് വായിച്ചിട്ടുണ്ടെങ്കിൽ, സോഫ്റ്റ്വെയറിന് ഒരു സോഴ്സ് കോഡ് ഉണ്ട്, ആ സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു കമ്പൈലറോ ഇന്റർപ്രിറ്ററോ പോലുള്ള സോഫ്റ്റ്വെയറുകൾ അതിനെ മാറ്റുന്നത്. അപ്പോൾ ഈ സോഴ്സ് കോഡ് വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പം അപ്പൊ ഇന്ന് നമുക്ക് അവസരമുള്ളത് എന്താണെന്ന് വെച്ചാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ എഴുതിയിട്ടുള്ള സോഴ്സ് കോഡ് കാണാനായിട്ടുള്ള, പല പല സോഫ്റ്റ്വെയറുകൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള കോഡ് കാണാനുള്ള അവസരം ധാരാളമായിട്ടുണ്ട് ഇന്റർനെറ്റില്. അപ്പൊ അത് നമുക്ക് കാണാനും മനസ്സിലാക്കാനായിട്ടും പിന്നെ അതിലൂടെ നമ്മളുടെ അറിവ് കൂട്ടാനുള്ള ഒരു അവസരം നമുക്ക് ധാരാളമായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. അത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുള്ളത് മാത്രമേ നിങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം ഈ സോഫ്റ്റ്വെയർ മേഖലയിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിൽ പൊതുവെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസോ ഇതുപോലുള്ള ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് പല രീതിയിലുള്ള അവസരങ്ങളാണ് ഉള്ളത്. ഒരു അവസരം എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയറുകൾ എഴുതുക എന്നുള്ള അവസരം, അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ എഴുതിയ സോഫ്റ്റ്വെയറുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള അവസരം, അതായത് അതിന്റെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ക്വാളിറ്റി കൺട്രോൾ, ഇത് രണ്ടുമാണ് സോഫ്റ്റ്വെയർ മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള അവസരം. പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിൽ പല കമ്പ്യൂട്ടറുകൾ സെറ്റ് ചെയ്യണം, ഈ കമ്പ്യൂട്ടറുകൾ കേടാവാനുള്ള സാധ്യതയുണ്ട്, അത് നന്നാക്കാനുള്ള സൗകര്യങ്ങൾ വേണം, ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള വയറുകൾ പരസ്പരം ഘടിപ്പിക്കണം, നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ് സ്ഥാപിക്കണം. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനമുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്, ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടീമുണ്ട്, അതിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സും ഉണ്ട്, പിന്നെ ഈ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത സാധനം അതിന്റെ ഉപയോഗത്തിനനുസരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയാണോ ബിൽഡ് ചെയ്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാന്നുള്ള സംവിധാനം. ഇനി ഇതിന്റെ എല്ലാം മുകളില് പ്രശ്നം പരിഹരിക്കുന്ന ഒരു സംവിധാനവും കൂടി ഇവിടെ ഉണ്ട്. പ്രോബ്ലം സോൾവിംഗ് എന്നാണ് ആ പ്രോബ്ലം സോൾവിംഗ്, അല്ലെങ്കിൽ എന്താണ് ഒരു ബിസിനസ്സിന് വേണ്ടത്. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ ബാങ്ക് ആണെങ്കിൽ ആ ബാങ്കിന്റെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും ആ ആവശ്യത്തിനെ എങ്ങനെ ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റാം എന്നുള്ളത് റെഡിയാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടി ഈ ഇതിന്റെ മേഖലയിലുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ലെവൽ അതാ. അപ്പൊ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത്, ആ പ്രശ്നം പരിഹരിക്കുന്ന ലെവലിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ഗോള്. പക്ഷെ തുടങ്ങുന്നത് എപ്പോഴും ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന ആളായിട്ടോ ആയിരിക്കും തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ എത്തേണ്ടത് ഒരു ബിസിനസിന്റെ പ്രോബ്ലം, ഒരു ബിസിനസിന്റെയോ എന്ത് സംവിധാനത്തിന്റെ ആയാലും ഒരു പ്രശ്നം എങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പരിഹരിക്കുക എന്നുള്ളത്. ആ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്ന, പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിന് വെളിയിൽ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതിനൊരു പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുക എന്ന് പറയുന്നതിന് ഡെവലപ്പേഴ്സും ക്വാളിറ്റി അഷുറൻസ് ടീമും ഇൻഫ്രാസ്ട്രക്ചർ ടീമും മതി. പക്ഷേ
ആ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളതും ഏറ്റവും ബുദ്ധിമുട്ടേറിയതുമായിട്ടുള്ള കാര്യം. ഇപ്പൊ ഉദാഹരണത്തിന് ഉബർ ഓല തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉബറും ഉണ്ട്, ഓല അതുപോലുള്ള ടാക്സി സർവീസസ് ഉണ്ട്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇവർക്ക് ഒറ്റ ടാക്സി പോലും ഇല്ല. ഇവര് സോഫ്റ്റ്വെയർ മാത്രമാണ്. അവർക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ട്, ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള ആപ്പ് ഉണ്ട്, പാസഞ്ചേഴ്സിന് ഉപയോഗിക്കാനുള്ള ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. ഇത് രണ്ടുമാണ് ഇവരുടെ ബിസിനസ്. ഇവർക്ക് ഒറ്റ ടാക്സി പോലും സ്വന്തമായിട്ടില്ല. അപ്പൊ ഇവര് എങ്ങനെയാ എന്ത് പ്രശ്നം ഇവര് പരിഹരിക്കാൻ ശ്രമിച്ചത്? ഇവര് പരിഹരിക്കാൻ ശ്രമിച്ചത് സാധാരണഗതിയിൽ ടാക്സി സ്റ്റാൻഡിൽ കിടക്കും. ഒരാള് ഓട്ടം വിളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ കൂടെ ആ ടാക്സി പോവും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് അയാളുടെ ആവശ്യം കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ടാക്സി സ്റ്റാൻഡിൽ വരും. അപ്പോ മിക്കവാറും സാഹചര്യത്തിൽ എനിക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് പോകണം, അവിടെ എത്തിയാൽ മതി എന്നുണ്ട്. പക്ഷെ ടാക്സി ഒറ്റയ്ക്ക് തിരിച്ചു വരേണ്ടി വരും. അപ്പൊ ആ ഒറ്റയ്ക്ക് തിരിച്ചു വരേണ്ടി വരുമ്പോൾ അതിനുള്ള ചാർജും കൂടി ഈ ആദ്യത്തെ പാസഞ്ചറിന്റെ അടുത്ത് നിന്ന് തന്നെ ചിലപ്പോൾ മേടിക്കും. റിട്ടേണിനുള്ള പൈസയും കൂടി ആദ്യത്തെ പാസഞ്ചറിന്റെ അടുത്ത് തന്നെ മേടിക്കേണ്ടതുണ്ട്. കാരണം തിരിച്ചു വരുമ്പോൾ അത് എംപ്റ്റി ആയിട്ട് വരണം, അത് അവർക്ക് നഷ്ടമാണല്ലോ. അതുപോലെ തന്നെ ടാക്സി സ്റ്റാൻഡിൽ മിക്കവാറും ഈ ടാക്സി ഇങ്ങനെ കിടക്കുമായിരിക്കും. ആരെങ്കിലും വിളിക്കാൻ വരണം, ആ ടാക്സി സ്റ്റാൻഡിൽ എത്തണം, അല്ലെങ്കിൽ അവർ ഫോൺ വിളിക്കണം. അപ്പൊ ഇത് ഒഴിവുണ്ടോ ഇല്ലയോ? ഇപ്പൊ എനിക്കൊരു ടാക്സി ഡ്രൈവറിന്റെ നമ്പർ അറിയാം, അപ്പൊ അയാളെ വിളിക്കുമ്പോഴത്തേക്ക് അയാൾ ചിലപ്പോൾ ഒരു ഓട്ടത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തയാളെ വിളിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ഇവർ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എന്തോ ഇതില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ടാക്സീസും ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി ട്രാക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുകയും, എനിക്കൊരു ടാക്സി വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആപ്പ് എടുത്തിട്ട് ആ ടാക്സി എവിടേക്കാ പോകണ്ടേ എന്നുള്ളത് കൊടുക്കുക. അപ്പോ ഈ സിസ്റ്റം തന്നെ ഒഴിവുള്ള ഒരു ടാക്സി ഡ്രൈവറിന്റെ അടുത്തേക്ക് ആ മെസ്സേജ് അയക്കുകയും അയാള് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒഴിവുള്ള ഒരാളുടെ അടുത്ത് മെസ്സേജ് അയക്കുകയും അയാൾ എൻ്റെ അടുത്ത് വരുവും എനിക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. തിരിച്ചു വരാനുള്ള പൈസ എൻ്റെ അടുത്ത് മേടിക്കില്ല. കാരണം എന്താ? അയാള് എവിടെയാണോ എന്നെ ഡ്രോപ്പ് ചെയ്തത് അവിടെ തന്നെ നിന്നാ മതി. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വേറൊരാള് ആവശ്യക്കാരനുണ്ടാവും, അയാള് വിളിക്കുമ്പോൾ ഇയാൾക്ക് വേറൊരു ലൊക്കേഷനിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ചിന്ത ഉണ്ടാവണമല്ലോ, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും അതിന് എങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്നുള്ളതും കമ്പ്യൂട്ടറിന്റെ സഹായം ഇല്ലാതെ തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക. അത് പേപ്പറിലും വൈറ്റ് ബോർഡിലും ഒക്കെ ആയിട്ട് പല ആൾക്കാർ കൂടി ആലോചിച്ച് പല പ്രാവശ്യം ചിന്തിച്ചായിരിക്കും ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഈ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ സഹായത്തോടു കൂടി ആപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ ആ സൊല്യൂഷൻ വരെ എത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അത് ചെയ്യുന്നതിനാണ് നേരത്തെ നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഡീകമ്പോസിഷൻ, ജനറലൈസേഷൻ, അബ്സ്ട്രാക്ഷൻ, പിന്നെ അൽഗോരിതം, ഈ 4 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ഉണ്ടായിരുന്ന കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഇപ്പൊ ഞാൻ സംസാരിച്ചതിനെ പറ്റിയുള്ള ചോദ്യങ്ങളോ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. IT ഇൻഡസ്ട്രീനെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് അത് ചോദിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാം. ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തും ചോദിക്കാം കേട്ടോ. നിങ്ങളിപ്പം എന്ത് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഈ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ശാഖ ബ്രാഞ്ച് തിരഞ്ഞെടുത്തത്? അപ്പോൾ നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഈ 3 കൊല്ലം കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സിലബസിനെ പറ്റിയും ഒക്കെ ഉള്ള ഒരു ഓവർവ്യൂ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് 3 കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഹയർ ചെയ്യണമെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് ഈ ഒരു നമ്മളെടുത്ത സ്ട്രീമിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതൊക്കെ സബ്ജക്റ്റുകളുണ്ട്? ഐ മീൻ ജാവ പോലത്തുള്ള ജാവ ഡെവലപ്പിംഗ് അങ്ങനത്തെ ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ടെന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റും? അപ്പൊ ഈ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ അത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയമാണല്ലോ. നിങ്ങൾക്ക് എന്താണ് കമ്പ്യൂട്ടർ, അതെങ്ങനെ പ്രവർത്തിക്കുന്നത്, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ കോഴ്സിൽ പഠിക്കും. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം, ആ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ നമ്മളൊരു ജോലി
നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൽ പൊതുവെ മേഖലകൾ എന്ന് പറയണമെങ്കിൽ 3 ബേസിക് മേഖലകളായിട്ട് അതിനെ തിരിച്ചിരിക്കുന്നു. ഒന്ന് ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടറിന്റെ മെയിൻ്റനൻസ് വരും, നെറ്റ്വർക്കിംഗ് വരും, സെർവറുകൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വരും, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നുള്ള കാര്യത്തിലാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന പാർട്ട് വരുന്നത്. അവിടെ കുറച്ചും കൂടി ഹാർഡ്വെയറിനെ കുറിച്ചും ഒരു ധാരണ വേണം, സോഫ്റ്റ്വെയറിനെ കുറിച്ചും ധാരണ വേണം, നെറ്റ്വർക്കിങ്ങിനെ പറ്റിയുള്ള ധാരണയാണ് അവിടെ നിങ്ങളെ സഹായിക്കുന്നത്. രണ്ടാമത്തെ മേഖല സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഇപ്പൊ ഈ അൽഗരിതംസ് ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലോ മൊബൈൽ ഫോണിലോ കാണുന്ന സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കാൻ പറ്റുക ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെ എന്നുള്ളതാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ മേഖല ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉണ്ടാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ അതിന്റെ പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ 3 മേഖലയാണ് ഒരു തുടക്കത്തിലെ ഒരാള് എത്തുന്ന 3 ഏരിയാസ്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് എത്തുന്ന 3 മേഖലകളാണ് ഇത്. അപ്പൊ ഇതില് മിക്കവാറും എല്ലാ കമ്പനികളും പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാന സ്കില്ല് ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് പ്രോബ്ലം സോൾവിങ്ങിനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ള ഒരു ചെക്കാണ് ഏത് സോഫ്റ്റ്വെയർ കമ്പനിയും ചെയ്യുന്നത് ഈ തുടക്കക്കാർക്ക്. അപ്പൊ അവരോട് ഒരു പ്രത്യേക പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം, ജാവ പഠിക്കണം, PHP പഠിക്കണം, അതല്ലെങ്കിൽ .NET പഠിക്കണം, C# പഠിക്കണം എന്നുള്ള ലെവൽ അങ്ങനെ മിക്കവാറും ആൾക്കാരൊന്നും നിർദ്ദേശിക്കാറില്ല. മിക്കവാറും ആൾക്കാർ നിർദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മിക്കവാറും ആൾക്കാരുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യണം. ഇപ്പോ ഞങ്ങളുടെ കമ്പനി 6 Word ടെക്നോളജീസ് ആണെങ്കിൽ ചെയ്യുന്നത്, ഫ്രഷേഴ്സ് ആയിട്ട് വരുവാണെങ്കിൽ, പുതുതായിട്ട് ഒരാൾ ജോലിക്ക് വരുവാണെങ്കിൽ അയാളുടെ അടുത്ത് ഒരു 3-4 പ്രോബ്ലംസ് കൊടുക്കും. എന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അതിന് പരിഹാരം ഉണ്ടാക്കി, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കാണിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, എങ്ങനെയാണ് അതിനെ കോഡാക്കി മാറ്റുന്നത്, എങ്ങനെയാണ് നിങ്ങളത് ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നത്, ഇത്തരം സ്കില്ലുകളാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ജാവ പഠിച്ചാലേ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സാധനം പഠിച്ചാലേ ഒരു ജോലി കിട്ടുള്ളൂ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോ അത് മനസ്സിലാക്കാനായിട്ട് ഒത്തിരി അവസരങ്ങൾ ഇന്റർനെറ്റിലുണ്ട്. ഒത്തിരി ഇന്റർനെറ്റ് വെബ്സൈറ്റുകളും ഈ പുതിയ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഈ ടെക്നോളജിയിൽ എന്ത് മാറ്റം നടക്കുന്നതെന്നുള്ളത് അറിയാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള മേഖല നിങ്ങൾ സ്വയം ഐഡന്റിഫൈ ചെയ്യുക. ഈ 3 കൊല്ലത്തിനുള്ളിൽ ആ മേഖലയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പത്തെ കാലത്ത് വളരെ എളുപ്പമുള്ള കാര്യം. ഇപ്പൊ നിങ്ങൾ ഒരു കോഴ്സ് എന്നുള്ള ജാവയാണോ പഠിക്കേണ്ടത്, .NET ആണോ പഠിക്കേണ്ടത്, PHP ആണോ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവില്ല. അത് എന്റെ അഭിരുചിയും എന്താണ് ഞാൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും ആ കാര്യം. പക്ഷെ നിങ്ങൾക്ക് ജാവ പഠിക്കാനാണെങ്കിലും PHP പഠിക്കാനാണെങ്കിലും, അതല്ല ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനാണെങ്കിലും എല്ലാം ഇന്ന് അവസരമുണ്ട്. ഇപ്പൊ ഇതില് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനം ഓൺലൈൻ ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളും, ഇപ്പൊ എല്ലാ വിദേശ യൂണിവേഴ്സിറ്റികളും അവരുടെ കോഴ്സുകൾ എല്ലാവർക്കും ലഭ്യമാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ട്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോലും വേണ്ട അത്തരം കോഴ്സുകൾ പഠിക്കുന്നതിന്. അവര് സർട്ടിഫിക്കറ്റ് തരത്തില്ലായിരിക്കും. ചില കോഴ്സുകളിൽ പരീക്ഷ പാസ്സായാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. പക്ഷെ പഠിക്കുക എന്നുള്ള ഒരു ആവശ്യം അവിടെ ഉറപ്പായിട്ടും നടക്കും.
അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ എനിക്ക് US-ലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. അതല്ലെങ്കിൽ മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, MIT എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. അപ്പൊ ഇവിടുത്തെ എല്ലാം പ്രൊഫസേഴ്സ് അവര് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും സൗജന്യമായിട്ട് ആ ക്ലാസ്സുകൾ കാണാനുള്ള അവസരം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പം ഈ 3 വർഷം പഠിക്കുന്നതിന് ഇടയ്ക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള മേഖല ഐഡന്റിഫൈ ചെയ്യുകയും ആ മേഖലയുമായി ബന്ധപ്പെട്ട ഇത്തരം പുറത്തുനിന്നുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും മറ്റുള്ള കോഴ്സുകളും ഇടയ്ക്ക് അറ്റൻഡ് ചെയ്യുകയും ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഒരു ഏരിയ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേഖല നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മേഖലയെ പറ്റിയുള്ള കൂടുതലായിട്ട് പഠിക്കാനുള്ള ഒത്തിരി കണ്ടന്റ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. സൗജന്യമായിട്ട് തന്നെ പഠിക്കാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. അത് യൂസ് ചെയ്യുക. അതല്ലാതെ ഇത് 3 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ അന്ന് ഒരു ഏതെങ്കിലും ഒരു അടുത്തൊരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർന്ന് ഇന്നിപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ളത് ജാവയാണ്, അന്ന് അത് പഠിച്ചേക്കാം. ഇന്നിപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇന്ന സാധനമാണ്, അത് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ആണ്, അത് പഠിച്ചേക്കാം എന്നുള്ളത് വിചാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു നമ്മളുടെ ഇൻട്രസ്റ്റ് ഏരിയ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ മൊബൈലിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിന് തക്കതായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. അതിന് എങ്ങനെ പഠിക്കാമെന്നുള്ളതിന്റെ 100 കണക്കിന് ഇൻഫർമേഷൻ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ തരുന്നതിന് നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും ഈ കാര്യങ്ങളിൽ. ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. സാർ, ഈ നമ്മുടെ ഈ 3 ഇയർ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഒന്ന് പറയാവോ? ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് എനിക്ക് ധാരണ കുറവാണ്. സാറിന് ഷൈജു സാറിനോ അല്ലെങ്കിൽ മോഹൻ സാറിനോ അതിനെന്തെങ്കിലും മറുപടി പറയാനായിട്ട് പറ്റുമോ? ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം നിലവിലുള്ളത് ടീച്ചിങ് മേഖലകളിലാണ് കൂടുതലും ഗവൺമെന്റ് സർവീസിൽ കമ്പ്യൂട്ടർ വരുന്നത്. പിന്നെ ISROയിൽ എടുക്കുന്നുണ്ട്, BSNL പോലുള്ള സ്ഥാപനങ്ങളിലുണ്ട്, റെയിൽവേയിലുണ്ട്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി സ്വകാര്യ മേഖലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് ഗവൺമെന്റ് സെക്ടറിലുള്ള ജോബ് എന്ന് പറയുന്നത്. കൂടുതലും കമ്പ്യൂട്ടിംഗ് മേഖല കൂടുതലായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് സ്വകാര്യ മേഖലയിൽ തന്നെയാണ്. കാരണം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വന്നപ്പോഴേക്കും നമ്മുടെ ഒരു പഴയ സിസ്റ്റം എന്ന് പറയുന്നതിലോട്ട് കമ്പ്യൂട്ടർ അധികം വന്നിട്ടില്ല. അപ്പം കമ്പ്യൂട്ടറിന്റെ അറിവ് ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും അത്യാവശ്യമാണ് എങ്കിൽ തന്നെയും കമ്പ്യൂട്ടർ ഡിപ്ലോമക്കാരെ എടുക്കുന്നത് കുറവാണ് മറ്റ് ബ്രാഞ്ചുകളെ അപേക്ഷിച്ച്. എന്നാൽ ഇപ്പം ഇലക്ട്രിക്കൽ പഠിച്ച ഒരാൾക്ക് KSEB പോലുള്ളിടത്തൊക്കെ കിട്ടുന്നത് പോലെ ബൾക്കായിട്ടുള്ള ഒരു ജോലി സാധ്യത കുറവാണ്. സ്വകാര്യ മേഖലകളിലാണ് കൂടുതൽ ജോലി സാധ്യത വരുന്നത്. ഗവൺമെന്റ് സെക്ടറിൽ ജോലിയുണ്ട്, ഒരുപാട് പേര്. ഞങ്ങളെല്ലാം ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. ടീച്ചിങ് മേഖലയാണ് ഒരു പ്രധാന ഭാഗം. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് പിന്നെ ജോലിയുള്ളത്. ഡിപ്പാർട്ട്മെന്റുകളിൽ കുറച്ച് കുറവാണ്. PWD, വാട്ടർ അതോറിറ്റി പോലുള്ള ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് കുറവാണ്. 1-2 പോസ്റ്റുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. സാർ, നമുക്ക് പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കാനുണ്ടോ? പ്രോഗ്രാമിംഗ് പഠിക്കാനുണ്ട്. നിങ്ങളുടെ ഈ ഫസ്റ്റ് ഇയർ പ്രധാനമായിട്ടും ജനറൽ സബ്ജക്റ്റുകൾ എന്നാണ് ഞങ്ങൾ പറയുക. ജനറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10-29ഓളം ഡിപ്ലോമ കോഴ്സുകളുണ്ട് പല ബ്രാഞ്ചുകളായിട്ട്. ഈ 29 അല്ലെങ്കിൽ 30 ഡിഫറെന്റ് ബ്രാഞ്ചസിലുള്ളവർക്ക് എല്ലാവരും പഠിക്കേണ്ട കോഴ്സുകളാണ് ഫസ്റ്റ് ഇയറിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. നിങ്ങളിപ്പോൾ സിവിൽ എടുത്താലും മെക്കാനിക്കൽ എടുത്താലും കമ്പ്യൂട്ടർ എടുത്താലും ഇലക്ട്രോണിക്സ് എടുത്താലും പോളിമർ എടുത്താലും പ്രിന്റിംഗ് എടുത്താലും ടെക്സ്റ്റൈൽ എടുത്താലും ഒക്കെ പഠിക്കേണ്ട കോഴ്സുകളാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അതില് സെക്കൻഡ് ഇയർ വരുമ്പോൾ ബ്രാഞ്ച് സെക്കൻഡ് ഇയർ അല്ല സെക്കൻഡ് സെമസ്റ്ററിൽ, ഫസ്റ്റ് ഇയറിന്റെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങളുടെ ബ്രാഞ്ച് സ്പെസിഫിക് തിയറി, ബ്രാഞ്ച് സ്പെസിഫിക് പ്രാക്ടിക്കൽ എന്ന് പറയുന്ന 2 പേപ്പർ വ്യത്യസ്തമുണ്ട്. ബാക്കി എല്ലാ സബ്ജക്റ്റും 1ാം വർഷക്കാർക്ക് എല്ലാ ബ്രാഞ്ചിനും ഒരേപോലാണ്. ഒരു സബ്ജക്റ്റും അതിന്റെ പ്രാക്ടിക്കലും മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ആ ബ്രാഞ്ച് സ്പെസിഫിക് തിയറി എന്ന് പറയുന്നത് C പ്രോഗ്രാമിംഗ്
തിയറിയും സി പ്രോഗ്രാമിംഗ് ലാബുമാണ്. അതാണ് നിങ്ങൾ പ്രോഗ്രാമിങ്ങിൽ കാര്യമായിട്ട് ആദ്യം പഠിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന നിലയിൽ ആദ്യം പഠിക്കുന്നത് സി പ്രോഗ്രാമിങ്ങും അതിന്റെ ലാബും ആയിരിക്കും. പിന്നെ ശരിക്കും കമ്പ്യൂട്ടിംഗ് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന പേപ്പർ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നിട്ടുണ്ടാവും സാറ്. അതിൽ പൈതൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ തുടക്കമുണ്ട്. നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറെ അധികം ക്ലാസ്സുകൾ നഷ്ടപ്പെടുകയും മറ്റൊക്കെ ചെയ്തത് കൊണ്ട് ഞാൻ ഈ സെമസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം സി ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റിൽ കൂടുതൽ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കമ്പ്യൂട്ടിംഗ് ഫണ്ടമെന്റൽസിനോട് ചേർത്ത് തന്നെ ഞാൻ ഈ തുടങ്ങാൻ സാധ്യതയുണ്ട്, സി പ്രോഗ്രാമിംഗ് തുടങ്ങാൻ സാധ്യതയുണ്ട്. സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒട്ടും ഒഴിവാക്കി കളയാനോ ഉപേക്ഷിക്കാനോ പറ്റാത്തതാണ്. ഇത് നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കുമോ അതനുസരിച്ചായിരിക്കും സെക്കൻഡ് ഇയറും തേർഡ് ഇയറിലും പഠിക്കുന്ന പ്രോഗ്രാമിങ്ങുകളൊക്കെ. നിങ്ങൾ ഇവിടെ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആദ്യം പഠിക്കുന്നു. അടുത്ത S3 സെമസ്റ്റർ ആകുമ്പം C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കും. അടുത്ത S4 ആകുമ്പോൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, C++ന്റെ തന്നെ അഡ്വാൻസ്ഡ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ലെവലിലോട്ട് പഠിക്കും C++ തന്നെ. അതിനോടൊപ്പം ജാവ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട്. ജാവ പ്രോഗ്രാമിംഗ് പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നില്ല എങ്കിലും C++ ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് ജാവ പ്രോഗ്രാമിംഗ് പഠിച്ച് അതിലൊരു മിനി പ്രോജക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത S5 എന്ന് പറയുന്ന സെമസ്റ്ററിൽ എത്തുമ്പോൾ വെബ് പ്രോഗ്രാമിംഗ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റുകളൊക്കെ കാണുന്നുണ്ടാവും. അതുപോലുള്ള വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ S5 പഠിക്കും. S6 ആവുമ്പോഴേക്കും മൊബൈലിന്റെ പ്രോഗ്രാമിംഗ്, ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് പഠിക്കും. ഇങ്ങനെ പല പ്രോഗ്രാമിംഗ് സബ്ജക്റ്റുകൾ, അതോടൊപ്പം തന്നെ മൈക്രോ പ്രോസസർ പ്രോഗ്രാമിംഗും മൈക്രോ പ്രോസസറിലുള്ള മെഷീൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു 5-6 പ്രോഗ്രാമിംഗ് സബ്ജക്റ്റുകൾ തന്നെ ഈ എൻറ്റയർ കോഴ്സിന്റെ ഇടയിൽ നിങ്ങൾ പഠിച്ചു പോകും. ഇതിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്ന സി പ്രോഗ്രാമിംഗ് ആണ്. ആ സി പ്രോഗ്രാമിംഗിൽ എത്രത്തോളം നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഈസി ആയിരിക്കും മുന്നോട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും. ഇതിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ മറ്റൊരു രീതിയിലുള്ള ഇംപ്ലിമെന്റേഷൻ മാത്രമായിരിക്കും ബാക്കി സബ്ജക്റ്റുകൾ. ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് കാര്യങ്ങളെല്ലാം സി പഠിക്കുന്ന സമയത്താണ് പറഞ്ഞു തരികയുള്ളൂ. അതിന്റെ അടുത്ത ലെവലിലോട്ട് എത്തുമ്പോൾ അതങ്ങ് ഉപയോഗിക്കാൻ പറയുകയേ ഉള്ളൂ. കാരണം അത് കൂടുതൽ ഇംപ്ലിമെന്റേഷൻ ലെവലിലുള്ള പഠനമായിരിക്കും നടത്തുക. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? മനസ്സിലായി സാർ. അപ്പോഴത്തേനും നമുക്ക് ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ജനറൽ ആയിട്ട് പഠിക്കാനുള്ളത്? ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും ജനറൽ സബ്ജക്റ്റുകളുണ്ട്. ഞാനൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ഇടയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ആ 4 സബ്ജക്റ്റുകൾ. അതിന്റെ ഒരു സെക്കൻഡ് പേപ്പർ ഇതേ ഇംഗ്ലീഷ് സെക്കൻഡ്, ഫിസിക്സ് സെക്കൻഡ്, കെമിസ്ട്രി സെക്കൻഡ്, മാത്സ് സെക്കൻഡ് എന്ന് പറഞ്ഞ് S2 സെമസ്റ്ററിലും ഉണ്ട്. S1 അടുത്ത ലെവലിലുള്ള ഈ 4 സബ്ജക്റ്റും എന്ത് ചെയ്യും? മറ്റേത് പേപ്പർ 1, പേപ്പർ 2 S2 സെമസ്റ്ററിലും ഉണ്ട്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് എന്തെന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അതിന്റെ പരീക്ഷ സെക്കൻഡ് സെമസ്റ്ററിന്റെ എൻഡിലേ ഉണ്ടാവുള്ളൂ. ബാക്കി ചില ലാബുകളൊക്കെ വർക്ക്ഷോപ്പ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ലാബുണ്ട്. അത് നമ്മളുടെ ജനറൽ വർക്ക്ഷോപ്പ് ആയിരിക്കും അതിനെക്കുറിച്ച് പഠിപ്പിക്കുക. ജനറൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് 3-4 വർക്ക്ഷോപ്പുകൾ നിങ്ങൾ മാറി മാറി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. കാർപ്പൻട്രി എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടാവും. ഷീറ്റ് മെറ്റല്, ഫിറ്റിങ് എന്നൊക്കെ പറയുന്ന ജനറൽ വർക്ക്ഷോപ്പ്. കാർപ്പൻട്രി സെഷനിൽ നിങ്ങൾ പഠിക്കുക ചില തടി ഉപയോഗിച്ചിട്ടുള്ള ജോയിന്റുകളൊക്കെ ആയിരിക്കും. പല ടൈപ്പ് T ജോയിന്റ് എന്നൊക്കെ പറയുന്ന ജോയിന്റുകളൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഷീറ്റ് മെറ്റലിൽ നമ്മൾ ജോയിന്റുകൾ മറ്റേ GI ഷീറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. ഫിറ്റിങ്ങിലും അതുപോലുള്ള
ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് ഇതിന്റെയൊക്കെയുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കമ്പ്യൂട്ടർ പഠിക്കുന്ന ആൾക്ക് എന്താണ് തടിപ്പണിയുമായിട്ട് ബന്ധമെന്ന് ചോദിച്ചാൽ കാര്യമില്ല, അത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഒരു എഞ്ചിനീയർ ആണ്. അപ്പൊ ഒരു എഞ്ചിനീയറിംഗ് സ്കില്ല് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജനറൽ വർക്ക്ഷോപ്പ് പോലുള്ള കാര്യങ്ങൾ. ജനറൽ വർക്ക്ഷോപ്പ്, എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ് ഒക്കെ ഒറ്റയടിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് പ്രോഗ്രാമിംഗ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഒറ്റയടിക്ക് ഒരു ബന്ധം തോന്നില്ല എങ്കിൽ തന്നെയും ജനറൽ ആയിട്ട് നിങ്ങളൊരു ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്, ഒരു ഡിപ്ലോമ എഞ്ചിനീയർ ആണ്. അപ്പൊ അതിനുള്ള ഒരു സ്കിൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സബ്ജക്റ്റുകളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളെ ഈ നിങ്ങൾ പഠിക്കാനുള്ള സബ്ജക്റ്റുകളെ കുറിച്ചുള്ള ഒരു അവയർനെസ്, എന്തൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും എന്ന് അറിയണമെന്നുണ്ട് എങ്കിൽ നമ്മളുടെ സിറ്റർ, SITTR എന്ന് പറയുന്ന കേരള ഗവൺമെന്റിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സിറ്റർ എന്ന് പറയുന്നത്. ആ സിറ്റർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന ഈ സ്ഥാപനമാണ് നമ്മളുടെ സിലബസും നമ്മുടെ അക്കാദമിക് കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ സൈറ്റ് കാണാൻ കഴിയുന്നുണ്ടോ ഇപ്പൊ? കാണാം സാർ. കാണാം സാർ. അപ്പൊ ഇതാണ് sitter-kerala.ac.in എന്ന് പറയുന്ന സൈറ്റ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇത് കളമശ്ശേരി, എറണാകുളത്തുള്ള കളമശ്ശേരിയിലാണ് ഈ സ്ഥാപനം ഉള്ളത്. ഈ സ്ഥാപനമാണ് നമ്മളുടെ ഡിപ്ലോമ സിലബസ് എന്താണ്, ടീച്ചേഴ്സ്, അതിന്റെ അക്കാദമിക് കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത്. എന്തൊക്കെ ഏത് സമയത്താണ് പരീക്ഷ നടത്തേണ്ടത്, എങ്ങനെയായിരിക്കണം, എന്തൊക്കെ രീതി സിലബസിൽ മാറ്റം എപ്പോഴും വരുത്തണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ സൈറ്റിൽ, ഈ sitter-kerala.ac.in എന്ന് പറയുന്ന സൈറ്റില് അക്കാദമിക്കില് സിലബസില് ഡിപ്ലോമ റിവിഷൻ 2015, നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഡിപ്ലോമ എന്ന് പറയുന്നത് റിവിഷൻ 2015 ആണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സിലബസ് മാറും. ഇപ്പോ നമുക്ക് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സെഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിവിഷൻ എന്ന് പറയുന്നത് 2015 ഇംപ്ലിമെന്റ് ചെയ്ത റിവിഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ പഠിക്കാനുള്ള സബ്ജക്റ്റ് അറിയണമെങ്കിൽ ഈ അക്കാദമിക്കിൽ സിലബസിൽ ഡിപ്ലോമ റിവിഷൻ 2015 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ആ ഡിപ്ലോമ ഇൻ 2015 റിവിഷൻ 2015 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തില് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നടക്കുന്ന ഡിപ്ലോമ പ്രോഗ്രാമുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാഞ്ചുകളുടെ എല്ലാം പേരുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതിൽ 8ാമത്തെ പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഡിപ്ലോമ പ്രോഗ്രാമിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് 8ാമത്തെ പ്രോഗ്രാമാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ 2015 റിവിഷൻ പഠിക്കുന്ന നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും പഠിക്കേണ്ട വിഷയങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പം 9 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ടത്. S1 എന്ന് പറയുന്ന സെമസ്റ്ററിൽ പഠിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് S1 എന്ന് പറയുന്ന സെമസ്റ്ററിലാണ്. അവിടെ 9 സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടത്. S2ലും അതേപോലെ സബ്ജക്റ്റുകളുണ്ട്. ഇതിൽ ചില സബ്ജക്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ശ്രദ്ധിച്ചാൽ S1ലും ഉണ്ടാവും, S2ലും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഉണ്ടാവും. അപ്പൊ S2ന്റെ അവസാനം മാത്രമായിരിക്കും അതിലെ പരീക്ഷ ഉണ്ടാകുക. അതേപോലെ വർക്ക്ഷോപ്പ് പ്രാക്ടീസ് 2 ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ S2ന്റെ അല്ലെങ്കിൽ S1ന്റെ അവസാനം, അത് ആ പരീക്ഷയുടെ അവസാനം ഒരു പേപ്പറേ ഉള്ളൂ. പക്ഷെ കമ്പ്യൂട്ടിംഗ് ഫണ്ടമെന്റൽസ് പോലുള്ള കാര്യങ്ങൾ, ഈ 2 പേപ്പർ ഒഴിച്ച്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സും വർക്ക്ഷോപ്പ് പ്രാക്ടീസും ഒഴിച്ച് ബാക്കിയെല്ലാം പുതിയ സബ്ജക്റ്റുകൾ തന്നെയാണ് S2ൽ പഠിക്കാനുള്ളത്. ഇംഗ്ലീഷ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ളത് ഫസ്റ്റിന്റെ ആദ്യത്തെ S1ൽ ഫസ്റ്റ് പഠിക്കുന്നു, S2ൽ സെക്കൻഡ് പഠിക്കുന്നു. അപ്പൊ ഇത്രയും S1 S2 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് S3 എന്ന് പറയുന്ന സെമസ്റ്റർ മുതൽ നോക്കിക്കഴിഞ്ഞാൽ
ഏതാണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചുള്ള സബ്ജക്റ്റുകളായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരിക. ചില കോമൺ സബ്ജക്റ്റുകൾ ഉണ്ടാവും, എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന കോമൺ സബ്ജക്റ്റ് ആണ്. അങ്ങനെ ഒരു സബ്ജക്റ്റോ ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾ മാത്രമായിരിക്കും കോമൺ, ബാക്കി എല്ലാം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ സബ്ജക്റ്റുകളായിരിക്കും. ഇതിൽ ലാബ് പേപ്പറുകളും ഉണ്ടാകും, തിയറി പേപ്പറുകളും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള ഇത് അറിയണമെങ്കിൽ sitter.kerala.ac.in എന്ന് പറയുന്ന സൈറ്റ് നോക്കുക. SITTT 3 T ഉണ്ട്, പിന്നെ 6 kerala.ac.in എന്ന് പറയുന്ന സൈറ്റ് നോക്കുക. സബ്ജക്റ്റിന്റെ പേര് മാത്രമല്ല, ഇതിലെ ഏത് സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്താലും ആ സബ്ജക്റ്റിൽ നിങ്ങൾ എന്താണോ പഠിക്കാനുള്ളത് അതിന്റെ ഡീറ്റെയിൽഡ് സിലബസും ഡിസ്പ്ലേ ചെയ്ത് വരും. ഉദാഹരണത്തിന് ഞാൻ ഇതിലെ ഒരു സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സബ്ജക്റ്റിന്റെ സിലബസ് ആയിരിക്കും, ഒരു PDF ആണ്, ആ സിലബസ് ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത്. ഞാൻ ഇപ്പം നിങ്ങളെ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നില്ല, ആ സിലബസ് ഓപ്പൺ ചെയ്ത് വരും. എൻ്റെ കമ്പ്യൂട്ടറിൽ ഓപ്പണിംഗ് അല്ല, ഇനിഷ്യലി ഡൗൺലോഡിങ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഡൗൺലോഡിങ്ങിലോട്ട് പോയത്. അപ്പം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ സബ്ജക്റ്റും, തിയറി സബ്ജക്റ്റുകൾ പ്രധാനമായിട്ടും 4 മോഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ടാവും. മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3, മോഡ്യൂൾ 4, 4 സെപ്പറേറ്റ് മോഡ്യൂളായിട്ട് തിരിച്ചിരിക്കും. ഈ 4 മോഡ്യൂളിൽ നിന്നും തിയറി എക്സാമിന് ഈക്വൽ ആയിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവും. മോഡ്യൂൾ 1-ൽ നിന്ന് ചോദിക്കുന്ന 25 മാർക്കാണെങ്കിൽ മോഡ്യൂൾ 2-ൽ നിന്നും 25 മാർക്ക്, ആ രീതിയിലായിരിക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഓരോ മോഡ്യൂളിലും ഉണ്ടായിരിക്കുക. ആദ്യത്തെ 1-2 മോഡ്യൂൾ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനും ബാക്കി 3-ഉം 4-ഉം ഒക്കെ ഉള്ളതിൽ അതിൽ ഡീപ്പായിട്ട് പഠിക്കേണ്ട വരുന്ന കാര്യങ്ങളും ആയിരിക്കും വരിക. മറ്റെന്തെങ്കിലും? സർ, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഈ വെബ്സൈറ്റിൽ കിട്ടുമോ സർ? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആ വെബ്സൈറ്റിൽ കിട്ടത്തില്ല. ചില പോളിടെക്നിക്കുകാർ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സൈറ്റ് എന്ന് പറയുന്നത് cpt.ac.in ആണ്. എൻ്റെ അറിവിൽ ഒരു വർഷത്തെ, നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1 വർഷത്തെയോളം ക്വസ്റ്റ്യൻസ് അതിനകത്ത് കിടപ്പുണ്ട് എന്ന് തോന്നുന്നു, നമ്മുടെ സൈറ്റിൽ തന്നെ, cpt.ac.in എന്ന് പറയുന്ന സൈറ്റിൽ തന്നെ. പിന്നെ നോർമലി അത് ചെയ്യുക, പഠിപ്പിക്കുന്ന ലെക്ചേഴ്സ് തന്നെ ഷെയർ ചെയ്ത് തരാറുണ്ട്. അവരുടെ കയ്യിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന സമയത്ത് അതാതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഷെയർ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി അതേപടി പഠിക്കാമെന്നല്ല, കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾക്ക് തിയറി പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ട് വേണം കരുതാനായിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ +2 വരെ പഠിച്ച ഒരു ലെവലിൽ നിന്നുകൊണ്ടല്ല പഠിക്കുക, സബ്ജക്റ്റ് മൊത്തത്തിൽ മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാനായിട്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. എങ്കിൽ മാത്രമേ നമുക്കിതൊരു ജോലി സാധ്യതയിലോട്ട്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഡീപ്പായിട്ട് പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആവും പരീക്ഷയുടെ അടുപ്പിച്ച്, അല്ലെങ്കിൽ അതാത് ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഇതിലായതുകൊണ്ടാണ്, കൊറോണ ആയത് കാരണം കോളേജിലോട്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ലൈബ്രറിയിൽ ഇത് അവൈലബിൾ ആയിരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അല്ലെങ്കിൽ അതാത് ലെക്ചേഴ്സ് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്ത് തരും. 1-2 ചാറ്റ് മെസ്സേജ് ഞാൻ കണ്ടു. മണികണ്ഠൻ ചോദിച്ചിരിക്കുന്ന ബയോസയൻസ് വന്നവർ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ബയോസയൻസ് ശരിക്കും അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ട, മാത്സ് പഠിച്ചിട്ടില്ല എന്നാണ് നിങ്ങളുടെ പേടി. ശരിക്കും ഡിപ്ലോമ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾക്ക് പഠിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പൊ നിങ്ങൾ അഡീഷണൽ ആയിട്ട് +2 കൂടെ കഴിഞ്ഞ് വന്നവരാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും 10ാം ക്ലാസ്സിലെ മാത്സ് വരെ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ഇപ്പോ ഏതൊരു സാധാ പഠനമല്ല, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. നിങ്ങളിലുള്ള ഇൻവോൾവ്മെന്റ് കൂട്ടുക എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ, ഞങ്ങളായിരുന്നാലും നിങ്ങളായിരുന്നാലും കുട്ടികളായിരിക്കുമ്പോൾ കൂടുതൽ സമയവും നമ്മൾ ഈ പഠിക്കുന്നതിൽ നിന്ന് ഒഴിവായി വേറെ പല കാര്യങ്ങളിലോട്ട് ശ്രദ്ധിക്കാനായിരിക്കും ശ്രമിക്കുക. അപ്പൊ അത് കുറച്ചൊന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ച് ആത്മാർത്ഥമായിട്ട് ഇതുമായിട്ട് സഹകരിക്കണം. ഒരു പ്രധാനമായിട്ടും നിങ്ങൾ ഈ 2-3 വർഷം കൊണ്ട് അക്വയർ ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ്.
നമുക്ക് എന്തറിയാമോ, ഇപ്പൊ ഒരു 50% അറിയാവുന്ന ഒരാൾക്ക് എനിക്ക് 150% അറിയാം എന്നുള്ള രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞാൽ അയാൾക്കായിരിക്കും ജോലി കിട്ടുന്നത്. 100% അറിയാവുന്ന ഒരാൾ ചിലപ്പോൾ മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ ഈ 50% അറിയാവുന്ന ആളായിരിക്കും എനിക്ക് 150% അറിയാമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവരടുത്ത് പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എങ്കിൽ അയാളായിരിക്കും എല്ലാ മേഖലയിലും ശോഭിക്കുക എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു അത്യാവശ്യ സംഗതിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ചും ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഞാൻ ചിലരിടത്തൊക്കെ തിരക്ക് ഇല്ലാതെ വന്ന സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതി തരാൻ പറയുന്നത് ഇംഗ്ലീഷിൽ എഴുതാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പലർക്കും ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ എഴുതാനോ അല്ലെങ്കിൽ ആകെ 1-2 സെന്റൻസ് എഴുതിയാൽ മതി. എനിക്ക് തരുന്ന ഒരു റെപ്രസെന്റേഷനിൽ 1-2 സെന്റൻസ് എഴുതിയാൽ മതി. അത് പലപ്പോഴും നിങ്ങൾക്ക് പറ്റാതെ വരുന്നത് നിങ്ങൾ ശീലിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അതിലുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച്. ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിനെക്കാട്ടിലും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഇപ്പോഴേ എടുക്കുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വളരെയധികം കോഴ്സുകൾ നിലവിലുണ്ട്. നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചമ്മേണ്ട കാര്യമോ ഇത് ഞാൻ പറയുന്നത് തെറ്റായിരിക്കുമോ ശരിയായിരിക്കുമോ എന്നുള്ള ഫീലിംഗ് ഒന്നും ഇപ്പോൾ ഇല്ല. പക്ഷെ നിങ്ങളൊരു ഡിപ്ലോമ കഴിഞ്ഞ് നിങ്ങളൊരു ജോലിയിലോട്ട് കയറുമ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കില്ല. നിങ്ങൾക്ക് പല തടസ്സങ്ങളുണ്ടാവും. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനും അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഏറ്റവും പറ്റിയ സമയമാണ്. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട്. പിന്നെ വേറൊരാൾ എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തിരിക്കുന്നത് +2 കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആയിരുന്നു പഠിച്ചത്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ സോഫ്റ്റ്വെയറിൽ കൂടുതൽ സോഫ്റ്റ്വെയർ ആയിരിക്കുമോ ഹാർഡ്വെയർ ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയെ സംബന്ധിച്ച് ഹാർഡ്വെയറിലെ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, സോഫ്റ്റ്വെയറിലെ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഈ 2 മേഖലകളും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ചിലപ്പോൾ ഒന്ന് നോക്കിയാൽ സോഫ്റ്റ്വെയർ ആയിരിക്കും മുൻപിട്ട് നിൽക്കുന്നത്. ഹാർഡ്വെയർ പേപ്പറിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ പഠിക്കുന്നത് സോഫ്റ്റ്വെയർ ആയിരിക്കും. അത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചായാലും ഇതേ സബ്ജക്റ്റുകൾ തന്നെയാണ് പഠിക്കുന്നത്. ഹാർഡ്വെയർ മേഖലയിൽ കൂടുതലായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് അതിലോട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് സോഫ്റ്റ്വെയർ പഠിക്കുന്നത് കൊണ്ട് ഹാർഡ്വെയർ മേഖലയിലോട്ട് പോകാൻ പറ്റുന്നില്ല എന്നല്ല. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർ തന്നെയാണ് ഹാർഡ്വെയർ മേഖലയിലോട്ട് പോകുന്നത്. ഹാർഡ്വെയർ മേഖലയിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ഏരിയയാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഏരിയയാണ്. അപ്പോൾ ആ ഏരിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് ആ മേഖലയിലോട്ട് പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ടെക്നോ പാർക്കുകളിലും മറ്റ് IT സ്ഥാപനങ്ങളിലും ഒക്കെ ഇവരുടെ കമ്പ്യൂട്ടറുകൾ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ജോലിയാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ജോലി എന്ന് പറയുന്നത്. അവർക്ക് എല്ലാ സമയവും ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ സിസ്റ്റംസ് മൊത്തം വൈറസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക, അവർക്ക് മറ്റ് വിദേശത്തുള്ള കമ്പനികളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് പ്രാവർത്തികമാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള വളരെ വലിയൊരു ജോലി ഉണ്ട് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം അഡ്മിനെ സംബന്ധിച്ച്. ആ മേഖലയിലെല്ലാം വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാരാണ്. ബിടെക് എംടെക്കുകാരെ അപേക്ഷിച്ച് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ശോഭിക്കുകയും ചെയ്യുന്നത് ഡിപ്ലോമക്കാരാണ്. കാരണം നിങ്ങളാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിച്ചു വരുന്നത് ഡിപ്ലോമക്കാരാണ്. അപ്പം ഒരു ബിടെക് എഞ്ചിനീയറെ സംബന്ധിച്ച് ഒരു ഡിസൈൻ ലെവലിലുള്ള ടോപ്പ് ലെവലിൽ നിന്നുള്ള ഡിസൈൻ ആണ് അവർ പഠിക്കുന്നത്. നമ്മൾ A to Z ഒരു കമ്പ്യൂട്ടർ അഴിച്ച് അതിൽ അസംബ്ലി ചെയ്യുന്നത് മുതൽ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ എഴുതുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അടിസ്ഥാനം പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് മേഖലയിലോട്ട് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അതിലൊരു താല്പര്യം ഉണ്ടാക്കിയെടുത്ത്
ആ താല്പര്യത്തോടുകൂടെ ഈ സബ്ജക്റ്റിനെ കാണുക എന്നുള്ളതാണ്. എനിക്കറിയാം നിങ്ങളിൽ പലരും വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ എന്താണെന്നോ കമ്പ്യൂട്ടർ ഡിപ്ലോമ പഠിക്കാനായിട്ട് വന്നവരോ ആയിരിക്കില്ല. ഇവിടെ വന്നപ്പം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ സീറ്റ് ഉണ്ടായിരുന്നു, അങ്ങ് ജോയിൻ ചെയ്തു. വേറെ ഒരെണ്ണത്തിൽ സീറ്റ് ഇല്ലാത്തപ്പം ജോയിൻ ചെയ്തവരുണ്ടാവും. വളരെ കുറച്ചുപേരെ എനിക്കറിയാം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തന്നെ ഫസ്റ്റ് ചോയ്സ് വെച്ച് ഒരു 10-25 പേര് അങ്ങനെയുള്ളവരുണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. ബാക്കിയുള്ളവരൊക്കെ ബൈ ചാൻസിൽ ഇതിലോട്ട് വന്നു വിട്ടവരാണ്. എന്തായിരുന്നാലും ഇപ്പൊ നമ്മൾ 67 പേരാണ് ക്ലാസ്സിലുള്ളത്. ഈ 67 പേരും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നിങ്ങളുടെ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അപ്പം ആ പ്രൊഫഷണലിൽ ഉറച്ചു നിൽക്കുക, വളരെ ആത്മാർത്ഥമായിട്ട് ഇതിലോട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ എണ്ണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ തന്നെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത്. അത് കാരണം അത്രയും പേരെ വേണം. എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ തന്നെയാണ്. അപ്പം ആ മേഖലയിലോട്ടുള്ള ഇന്റർവ്യൂസ്, നമ്മുടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ നടക്കുന്ന ഇപ്പം സ്ഥിരമായിട്ട് സെൻട്രൽ പോളിടെക്നിക് കോളേജ് ആണ് നമ്മുടെ ഈ ഏരിയയിൽ, ഈ റീജിയണിൽ, സൗത്ത് റീജിയണിലെ മൊത്തം കോട്ടയത്തിന് ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പോളിടെക്നിക്കിലെ സ്റ്റുഡൻസിനെയും ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് വരുമ്പോൾ സെൻട്രൽ പോളിടെക്നിക്കിൽ വന്നാണ് അവര് ക്യാമ്പസ് പ്ലേസ്മെന്റ് നടത്തിയ ആളെ എടുത്തു പോകുന്നത്. നമ്മൾ ബാക്കി പോളിടെക്നിക്കൽ സ്റ്റുഡൻസിനും ഇവിടെ വന്ന് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാറുണ്ട്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പോലും നമുക്ക് ഇവിടെ ഒരു 2-3 ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇവിടെ നിന്ന് ഇപ്പോ ക്യാമ്പസ് പ്ലേസ്ഡ് ആയിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നുള്ള ഏരിയയിലാണ് കൂടുതലായിട്ടും പോയിട്ടുള്ളത്. അത് പല സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ജാവ ഉപയോഗിക്കുന്ന കമ്പനിയുണ്ട്, PHP ഉപയോഗിക്കുന്ന കമ്പനിയുണ്ട്, അങ്ങനെ പല സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന കമ്പനിയിലോട്ടാണ് പോയിരിക്കുന്നത്. നേരത്തെ വിമൽ സാർ പറഞ്ഞതുപോലെ ഈ കമ്പനികൾ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ജാവയിലായിരിക്കും പ്രോഗ്രാം എഴുതേണ്ടത്. നിങ്ങൾക്ക് ജാവ അറിയാമോ എന്നല്ല അവർ ടെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് സ്കിൽ ഉണ്ടോ എന്നാണ് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് C അല്ലെങ്കിൽ C++ അറിയുള്ളൂ എങ്കിൽ അവര് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൽ പ്രോഗ്രാം എഴുതാനാണ് പറയുന്നത്. സിയിലോ C++ലോ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ആൽഗുരിതം അല്ലെങ്കിൽ ആ പ്രോഗ്രാം എഴുതി കൊടുക്കാൻ പറ്റിയാൽ നിങ്ങളെ കൊണ്ട് ജാവയിലും എഴുതാൻ പറ്റും. കാരണം അതേപോലെ തന്നെയാണ് അതിലും എഴുതുന്നത്. അതിലെ ചില വാക്കുകളോ കീ വേർഡ്സുകളുടെ ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും ലൈവായിട്ട് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന സാധനം പഠിച്ചുകൊണ്ട് ഇറങ്ങുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതല്ല. ബേസിക് ആയിട്ട് നിങ്ങളുടെ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ തറവായിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാക്കി മേഖല പോലെയല്ല, ജോലി കിട്ടുന്നതിലുള്ള സാലറിയുടെ ഹൈക്ക് തന്നെയാണ്. ഇപ്പം നിങ്ങൾ ബാക്കി ഉള്ള ഡിപ്ലോമ മുകളിലുള്ള കോഴ്സുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. BTech, IIT പോലുള്ള സ്ഥാപനങ്ങളിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നതിനാണ് ഭയങ്കര തിരക്ക്, ഏറ്റവും ഹൈ റാങ്ക്. ഇപ്പൊ CET-യില് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന BTech-ന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് 200-ൽ താഴെ ആയിരിക്കണം. ഓൾ കേരള തലത്തിൽ 200-ൽ താഴെയാണെങ്കിലേ കിട്ടുകയുള്ളൂ. അത്രയ്ക്ക് തിരക്കാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതിന്റെ സാലറി തന്നെയാണ്. പെർ മന്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി വേറെ ഏത് ബ്രാഞ്ചിനെക്കാട്ടിലും കൂടുതലായിരിക്കും കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഡിപ്ലോമ സ്റ്റുഡൻസ് തന്നെ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ ഇവിടുന്ന് പ്ലേസ് ആയിട്ടുള്ളവർ 75,000-80,000 രൂപ ട്രിവാൻഡ്രത്ത് തന്നെ സാലറി വാങ്ങുന്ന കുട്ടികളെ എനിക്കറിയാം. അത്രയും പ്ലേസ്ഡ്, അത് ഒരു ഗവൺമെന്റ് സെക്ടറിലോ ഒന്നും അത്രയും സാലറി കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾക്ക് കഴിവുണ്ട് എങ്കിൽ, പ്രോഗ്രാമിംഗ് സ്കിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വലിയ ഒരു പ്രൊഫഷണലിലോട്ട് ഉയരാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്റർപ്രണർഷിപ്പ് ആണ്. സ്വന്തമായിട്ട് ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ പറ്റുന്നതും ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. ബാക്കി ഒരു ബ്രാഞ്ചുകൾ പഠിക്കുന്നത് പോലെയല്ല.
വളരെ എളുപ്പം ഒരു ഒന്നോ രണ്ടോ പേര് ചേർന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റും. പലരും ഇപ്പൊ നമ്മുടെ അലുമിനീസിലുള്ള പലരും നിങ്ങളുമായിട്ട് നാളെ സംസാരിക്കാൻ പോകുന്ന സാർ ഉൾപ്പെടെ അവർ സ്വന്തമായിട്ട് ഡിപ്ലോമ കഴിഞ്ഞ് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്. വലിയ വലിയ സ്ഥാപനങ്ങളാണ്, ചെറിയ സ്ഥാപനങ്ങളൊന്നുമല്ല, വലിയ സ്ഥാപനങ്ങൾ, മൾട്ടിനാഷണൽ കമ്പനികൾക്ക്, വിദേശത്തുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് നമ്മുടെ അലുമിനീസിൽ പലരും. അപ്പൊ ആ ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് ഉയരാനായിട്ട് പറ്റും, ഇതിൽ താല്പര്യമുണ്ട് എങ്കിൽ. സാർ, ISROയിലോട്ടുള്ള സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് പറയാമോ? ISROയിലൊക്കെ അവർ വേക്കൻസി വരുന്നതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരികയാണ് ചെയ്യുന്നത്. അത് നമ്മൾ റെയിൽവേയിലായാലും ISROയിലായാലും ഒക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നോട്ടിഫിക്കേഷൻ ഇടുകയായിരിക്കും ചെയ്യുന്നത്. അത് ഇപ്പോൾ അവരെ വലിയ മേജർ ന്യൂസ് പേപ്പറുകളിലൊക്കെ അതിന്റെ നോട്ടിഫിക്കേഷൻസ് വരും. ISRO പോലുള്ള സ്ഥാപനങ്ങൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 100 വേക്കൻസി 200 വേക്കൻസിക്ക് ആയിരിക്കില്ല, ഒന്നോ രണ്ടോ വേക്കൻസിക്ക് വേണ്ടിയിട്ട് വിളിക്കും. ചിലവർ അത് കാണുമ്പോൾ അയക്കാതിരിക്കും. നമ്മൾ ആ ടെസ്റ്റിൽ അപ്ലൈ ചെയ്യുക, അതിൽ ഒന്നാമതാകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം പത്രങ്ങളിൽ നോട്ടിഫിക്കേഷൻസ് വരും. കേരളത്തിലെ സ്ഥാപനങ്ങൾ ആണെങ്കിൽ, കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ മാത്രമാണ് കേരള PSC വഴി തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ കയറിയ ജോലി എന്ന് പറയുന്നത് കേരള PSC വഴി നോട്ടിഫിക്കേഷൻ വന്ന് അതിൽ അപ്ലൈ ചെയ്ത് കയറിയ ജോലികളാണ്. ISRO പോലുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ സ്ഥാപനങ്ങളിൽ അവർ പത്രങ്ങളിലൂടെ നോട്ടിഫിക്കേഷൻ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഇത് വരാറുണ്ട്. അല്ലാതെ പത്രങ്ങളിലൂടെ ഇൻഡിവിജ്വൽ, ISRO ശരിക്കും ഒരു സ്വയംഭരണ സ്ഥാപനം പോലാണ്, അവർ നോട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തൊക്കെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതങ്ങ് ഷെയർഡ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ട് എങ്കിൽ. സാർ, ഈ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ വരുമ്പോൾ ഏതൊക്കെ പോസ്റ്റിങ്ങിലോട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഓരോ കമ്പനീസ്? സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ജൂനിയർ എഞ്ചിനീയർ, അത് ഓരോ കമ്പനിയുടെയും പോസ്റ്റിന്റെ പേര് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ചിലർ ജൂനിയർ എഞ്ചിനീയർ എന്നായിരിക്കും, ചിലർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നായിരിക്കും, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പേരിലായിരിക്കും വിളിക്കുന്നത്. അപ്പം ക്യാമ്പസ് പ്ലേസ്മെന്റ് നടത്തുമ്പോൾ ഇപ്പം സ്വാഭാവികമായിട്ടും കാണുന്ന ഒരു 2-3 ലെവലിലുള്ള ഇന്റർവ്യൂസ് ആണ്. ആദ്യം അവരെ ഒരു ഓൺലൈൻ ടെസ്റ്റ് നടത്താറുണ്ട്. പലരും ഒരു ഓൺലൈൻ ടെസ്റ്റ് ആദ്യം നടത്താറുണ്ട്. ആ ഓൺലൈൻ ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്യുന്നവരെ ആയിരിക്കും പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്, HR ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സ്കില്ല് ടെസ്റ്റ് ചെയ്യാനുള്ള ഇതിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. ഈ ഓൺലൈൻ ടെസ്റ്റിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ ന്യൂമറിക്കൽ എബിലിറ്റി, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ടെസ്റ്റുകളായിരിക്കും സംഘടിപ്പിക്കുക. അതിൽ ഒരു കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ട് അതിൽ ക്വാളിഫൈ ചെയ്യുന്നവരെ ആയിരിക്കും അടുത്ത ലെവലിലുള്ള ഇന്റർവ്യൂവിലോട്ട് ക്ഷണിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇവിടുന്ന് 3-ാമത്തെ വർഷം പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് ഒരു നല്ലൊരു ജോലിയോടുകൂടി ഇറങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇപ്പം തന്നെ എനിക്കൊരു ജോലി വാങ്ങിച്ചേ പറ്റുള്ളൂ, എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, എൻ്റെ വീടിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നമുക്ക് ഉയർത്തണമെങ്കിൽ, നമുക്ക് ഒരു പെയിന്റിങ് പണിക്ക് പോകണമെങ്കിലോ അപ്പുറത്തെ എന്തോ കാറ്ററിംഗ് സർവീസുകാരൻ്റെ കൂടെ പോകണമെങ്കിലോ ഒന്നും ഈ ഡിപ്ലോമ എടുക്കേണ്ട കാര്യമില്ല. നമ്മളിൽ പലരും ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഡിപ്ലോമയ്ക്ക് വന്ന് ചേരും, അതിനോടൊപ്പം ഈ സൈഡ് ബിസിനസ് ഒക്കെ ചെയ്യും. ഈ സൈഡ് ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പൈസകൾ കിട്ടി തുടങ്ങും. അതാണ് വലുത് എന്നുള്ള രീതിയിൽ അതിലോട്ട് മാറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ വരുന്നത് ഈ ഡിപ്ലോമ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പ്രൊഫഷന് സെക്കൻഡ് ചാൻസ് വരികയും അത് 2ാം സ്ഥാനത്തേക്ക് തഴയപ്പെടുകയും നമ്മൾ എന്നും പെയിന്റിങ് പണിക്ക് പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് വരികയും ചെയ്യരുത്. അപ്പം വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പെയിന്റിങ് പണിക്ക് പോകരുത് എന്നല്ല ഞാൻ പറയുന്നത്, അതിന് പോകുകയും അപ്പോഴത്തെ കാര്യങ്ങൾ നടത്താനുള്ള ഒരു ഏണിങ്സ് ആയിട്ട് മാത്രം അതിനെ കരുതി നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള നമ്മുടെ പ്രൊഫഷൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തന്നെയാണ്, എനിക്ക് ആ മേഖലയിലുള്ള ഒരു ജോലി തന്നെ നേടിയെടുക്കണമെന്നുള്ള രീതിയിൽ പഠിക്കണം. ഇനി മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ തന്നെയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ജോലിയോടുകൂടി നിങ്ങൾ പുറത്തിറങ്ങണം. ഇനി
കഴിയുമെങ്കിൽ എന്നുള്ളത് നമ്മളുടെ വീട്ടിലെ സ്റ്റാറ്റസ്. ഇപ്പൊ 3 വർഷം കഴിഞ്ഞ് ജോലിക്ക് പോയേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിയുള്ള കുടുംബങ്ങൾ ഉണ്ടാകാം. അല്ല, എനിക്കൊരു 3 വർഷം കൂടെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതി, അതുവരെ എനിക്ക് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവരെല്ലാം നിർബന്ധമായിട്ടും നമുക്ക് ബിടെക്കിന് വേണ്ടി പോവാം. ഈ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് 2ാം വർഷ ബിടെക്കിനോട്ട് പ്രവേശിക്കാൻ കഴിയും. 2ാം വർഷം ബിടെക്കിലോട്ട് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പൈസ കൊടുത്ത് പഠിക്കുന്നതല്ല. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫീസ് കൊടുക്കാതെ വളരെ നല്ല ഇൻഡെക്സോട് കൂടി പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്ന് പഠിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഡിപ്ലോമയിലൂടെ നേടിയെടുക്കാം. അപ്പം അതിനു വേണ്ടിയിട്ട് ലാറ്ററൽ എൻട്രി കഴിഞ്ഞ വർഷം മാത്രം നമ്മൾ പ്രത്യേകിച്ച് ലാറ്ററൽ എൻട്രി എൻട്രൻസ് നടന്നില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എൻട്രൻസ് നടന്നില്ല. പകരം ഡിപ്ലോമയുടെ മാർക്ക് വെച്ചിട്ട് ഏറ്റവും മാർക്ക് കൂടിയ ആൾക്കാരെയാണ് എന്ത് ചെയ്തത്, ലാറ്ററൽ എൻട്രി പല എഞ്ചിനീയറിംഗ് കോളേജിലോട്ട് സെലക്ട് ചെയ്തത്. അടുത്ത വർഷവും അങ്ങനെ ആകണമെന്നില്ല. നിങ്ങൾ വരുന്ന സമയത്ത് മിക്കവാറും എഞ്ചിനീയറിംഗ് ലാറ്ററൽ എൻട്രി എൻട്രൻസ് നടത്തിയിട്ടായിരിക്കും എടുക്കുന്നത്. ആ എൻട്രൻസ് നടത്തി എടുക്കുമ്പോൾ ഓരോ ബ്രാഞ്ചിലും 6 സീറ്റ് വീതമാണ് ഉള്ളത്. അപ്പം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് 6 സീറ്റ് ഉണ്ട്, ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ 6 സീറ്റ് ഉണ്ട്, RIT കോട്ടയത്തിൽ 6 സീറ്റ് ഉണ്ട്. ഇങ്ങനെ 6 സീറ്റ് വീതം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ സ്വാശ്രയ മേഖലയിലും ഉണ്ട്. അപ്പം ഇതിന്റെ സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ ഉള്ള നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ പഠിക്കുന്ന ഒട്ടുമിക്ക സബ്ജക്റ്റുകളും നിങ്ങൾക്ക് അറിയാവുന്ന സബ്ജക്റ്റുകൾ തന്നെ ആയിരിക്കും. മിക്കവാറും എല്ലാ സബ്ജക്റ്റുകളിലും നിങ്ങൾ പഠിക്കുന്ന ജാവ ആയാലും C ആയാലും C++ ആയാലും അങ്ങനെ മൈക്രോ പ്രോസസർ ആയാലും ഒക്കെ ഇവിടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും അവിടെ പഠിപ്പിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു മേൽക്കൈ കിട്ടും. അവിടെ അവരുടെ പഠിക്കുന്ന മാത്സിലോ ഇംഗ്ലീഷിലോ ഒക്കെ നിങ്ങൾ ഇച്ചിരി പുറകിലായി പോയാലും കമ്പ്യൂട്ടർ സബ്ജക്റ്റിലെ സംബന്ധിച്ച് നിങ്ങൾ മുമ്പിൽ തന്നെ ആയിരിക്കും. ഒരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് നിങ്ങൾ മുമ്പിൽ തന്നെ ആയിരിക്കും. അവിടെ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ടോപ്പിൽ നിൽക്കാനും നല്ലതായിട്ട് പ്ലേസ് ആകാനും കഴിയും. അപ്പം ആ മേഖലയിൽ കുറച്ചും കൂടെ ഇപ്പൊ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്കൊരു 3 വർഷം കൂടെ കഴിഞ്ഞിട്ട് ജോലി നേടിയാൽ മതി എന്നുള്ളവരൊക്കെ ബിടെക്കിന് വേണ്ടിയിട്ട് ലാറ്ററൽ എൻട്രി എൻട്രൻസ് വഴി ബിടെക്കിന് വേണ്ടിയിട്ടും കൂടെ ശ്രമിക്കണം. ബാക്കി എല്ലാവരും തന്നെ നമ്മൾ ഈ ജോയിൻ ചെയ്തിരിക്കുന്ന 67 പേരും ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള നിലയിൽ കമ്പ്യൂട്ടർ പ്രൊഫഷണൽ തെരഞ്ഞെടുത്തു കഴിഞ്ഞു നിങ്ങൾ. അപ്പൊ അതിനനുസരിച്ച് നിൽക്കുക. ചില കുട്ടികളുണ്ട് ഇത് ഒട്ടും താല്പര്യം, ഇവിടെ 3 വർഷം കഴിഞ്ഞു ഉടനെ പോയി BA വേണമെങ്കിൽ പോയി പഠിക്കും. അതൊരു അർത്ഥമില്ലാത്ത പഠിത്തമാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ തിരഞ്ഞെടുക്കുന്നു? ആ 3 വർഷം വെറുതെ പാഴാക്കിയതിന് ഒരർത്ഥവും ഇല്ലാതാവും. BA മലയാളത്തിലോ BA ഇംഗ്ലീഷിലോ ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ കാര്യമില്ല. നിങ്ങൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ ആത്മാർത്ഥമായിട്ടാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതിലുള്ള ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ അതിലുള്ള ജോലിക്ക് വേണ്ടിയിട്ട് വേണം ശ്രമിക്കേണ്ടത്. അഖില ചോദിച്ചിരിക്കുന്നത് പുറത്ത് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ പോകാനായിട്ട് ഡിപ്ലോമ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്, ബിടെക് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഡിപ്ലോമയ്ക്ക് മുകളിലുള്ള ഒരു മാനേജർ ലെവലില് അല്ലെങ്കിൽ ഒരു ഓഫീസർ ലെവലിലുള്ള പോസ്റ്റുകൾ വരുമ്പോൾ ബിടെക് തന്നെ ആയിരിക്കും ക്വാളിഫിക്കേഷൻ എപ്പോഴും ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നുള്ള ഒരു ലെവലിൽ ഒരു ടീം ലീഡർ വരെയൊക്കെ ഉള്ള ഒരു ലെവലിലായിരിക്കും നമ്മൾ ഡിപ്ലോമക്കാർക്ക് നിലനിൽക്കാൻ പറ്റുക. അതിന് മുകളിലോട്ട് പോകണമെന്നുണ്ട് എങ്കിൽ ബിടെക് ഒരു ഘടകം തന്നെയാണ്. ഒരു മാനേജർ ലെവല് CEO ലെവൽ എന്നൊക്കെ പറയുമ്പോൾ ബിടെക് എന്ന് പറയുന്ന അല്ലെങ്കിൽ എംടെക് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിരിക്കും മുകളിലോട്ട് പോകാൻ കഴിയുക. അതൊരു കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ബിടെക്കിന് പോകണമെന്നല്ല ഞാൻ പറയുക. നിങ്ങൾക്ക് ബിടെക് ചെയ്യാൻ വേറെ അവസരങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ടെക്നോ പാർക്ക് പോലുള്ള ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് കയറുന്നത് എങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് ഈവനിങ് കോഴ്സ് നടക്കുന്നുണ്ട്, ബിടെക്കിന്റെ ഈവനിങ് കോഴ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ജോലിയോടൊപ്പം തന്നെ ബിടെക് പഠിക്കാം. ഈവനിങ്ങിന്റെ കോഴ്സ് എന്ന് പറയുന്നത് മറ്റേതിന് തുല്യമാണ്, റെഗുലർ ആയിട്ടുള്ള കോഴ്സിന് തുല്യം തന്നെയാണ്. അത് ഈവനിങ് ടൈമിൽ നടക്കുന്നേ ഉള്ളൂ. ഫുൾ ടൈം കോഴ്സാണ്. വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്.
പരീക്ഷ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ബിടെക് റെഗുലറുകാരുടെ കൂട്ടത്തിൽ പോയിരുന്ന അവരുടെ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ പരീക്ഷ എഴുതി അതേ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കോഴ്സാണ്. അപ്പം ബിടെക്കിന് പോകണമെങ്കിൽ 2 ചോയ്സ് ആണുള്ളത്. ഒന്ന് ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് ബിടെക്കിന് പോകാം, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജോലിക്ക് പോകുക. ജോലിക്ക് പോയതിന് ശേഷം ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബിടെക് ചെയ്യാവുന്നതാണ്. അത് ഇവിടെ ട്രിവാൻഡ്രത്താണെങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തുണ്ട്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അതേപോലെ മേജർ സ്ഥാപനങ്ങളിലൊക്കെ ഈവനിങ് കോഴ്സുകൾ നടക്കുന്നുണ്ട്. വേറെ ആരും ഒന്നും ചോദിക്കുന്നില്ല. അപ്പം ഏതാണ്ട് ഒരു നിങ്ങൾക്ക് ഡിപ്ലോമയെ കുറിച്ച്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയെ കുറിച്ച് ഒരു അറിവ് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന കോഴ്സുകളല്ല, ഈ പഠനം എന്നുള്ളത് നിങ്ങൾ A to Z ആ പഠിപ്പിക്കുന്ന വ്യക്തി പറഞ്ഞു തരുന്നത് മാത്രം എന്നുള്ളൊരു ലെവലിൽ നിന്ന് വിട്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളിൽ സ്വന്തമായിട്ട് ഒരു സെൽഫ് സ്റ്റഡി എന്നുള്ള ഒരു ലെവലിലോട്ട് നിങ്ങൾ ഉയരണം. ഏതൊരു ടോപ്പിക്ക് പഠിച്ചാലും അതിനെ സ്വന്തമായിട്ട് പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവിലേക്ക് നിങ്ങൾ ഉയരണം. നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ മുതൽ 12ാം ക്ലാസ്സിൽ വരെ നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണോ ഒരു ടീച്ചർ പറഞ്ഞു തരുന്നത് ആ ഒരു കാര്യം മാത്രമായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അല്ലെങ്കിൽ ആ നോട്ട് ടീച്ചർ തന്ന നോട്ട് ബുക്കിലുള്ള ഒരു കാര്യം മാത്രമായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അതല്ല വേണ്ടുന്നത്, ഒരു മാർഗനിർദ്ദേശങ്ങളാണ്. ആക്ച്വലി ഇവിടെ കുറെ കൂടെ ഞങ്ങൾ നോട്ട് തരികയും, നോട്ട് തരാൻ പാടില്ലാത്തതാണ്, നോട്ട് തരികയും A to Z പഠിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ശരിയായ രീതിയല്ല. നമ്മളുടെ ഓരോ വർഷങ്ങളിലായിട്ട് വരുന്ന കുട്ടികൾ ആ രീതിയിലോട്ട് മാറിയതിനനുസരിച്ച് ഞങ്ങൾ മാറിയതാണ്. ഞങ്ങളൊക്കെ ഡിപ്ലോമ പഠിച്ച സമയത്ത് നോട്ടെന്ന് പറയുന്ന സംഭവം, ഒരു ക്ലാസ് നോട്ട് എന്ന് പറയുന്നത് ഒരു അധ്യാപകനും തരാറില്ല. നമ്മൾ സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് എഴുതിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ഉള്ള ഒരു നിലവാരം വേറെ തന്നെയാണ്. അപ്പം നിങ്ങളും ആ ഒരു ലെവലിലോട്ട് ഉയരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന സ്വന്തമായിട്ട് പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവ്, ഒരു ടോപ്പിക്കിന്റെ ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റണം. നിങ്ങളെ സംബന്ധിച്ച് അത് പഠിച്ചെടുക്കാൻ പറ്റും. ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന അധ്യാപകനെക്കാട്ടിലും മികച്ച രീതിയിൽ ആ സബ്ജക്റ്റ് അറിയാവുന്ന കുട്ടികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള കുട്ടികളെയാണ് ഞങ്ങൾക്ക് വേണ്ടുന്നത്. ഇപ്പൊ ഞാനൊരു സബ്ജക്റ്റ് പഠിപ്പിക്കുകയാണ്, C ലാംഗ്വേജ് പഠിപ്പിക്കുകയാണ് എങ്കിൽ Cയിലെ എനിക്കുള്ള അറിവിനെക്കാട്ടിലും ഒരു കുട്ടിയെങ്കിലും അതിന് മുകളിൽ അക്യൂർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ആ ലെവലിലോട്ട് നിങ്ങൾ ഉയരണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനം. ഒരുപാട് റിസോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്, ഇന്റർനെറ്റ് വഴി ആയാലും ടെക്സ്റ്റ് ബുക്ക് വഴി ആയാലും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ അറിവ് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ C ആണെങ്കിലും C++ ആണെങ്കിലും ഒക്കെ ആ അറിവ് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു തുടക്കം കിട്ടിയാൽ മതി. ആ ഒരു ബേസിക്സ് ആയിരിക്കും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ആർജിച്ചെടുക്കേണ്ടതാണ്. അതിനുള്ള ഒരു നല്ല തുടക്കം കിട്ടട്ടെ.